എല്ലാവരെയും സിജിയുടെ സൺഡേ വെബിനാറിലേക്ക് സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സെഷൻ എന്ന് നമുക്കിതിനെ വിളിക്കാം. നിങ്ങളുടെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഞാൻ അതിനെ എൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സെഷനെ കാണാം. നമ്മളൊരു സെഷൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നിലവിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെയാണ് കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള ഏകദേശം 300-ലധികം ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്കറിയാം CUET-യുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മാർച്ച് 1 മുതൽ. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി താല്പര്യം കാണിക്കുന്ന ഒരു പക്ഷേ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് 10th കഴിയുമ്പോഴോ അല്ലെങ്കിൽ +1 +2 സമയത്തൊക്കെ മനസ്സിൽ കരുതിയിട്ടുള്ള വിദ്യാർത്ഥിനികളായിരിക്കാം എൻ്റെ ശബ്ദം കേൾക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്ന രക്ഷിതാക്കളായിരിക്കാം എൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ആ ഒരു മേഖലയിലുള്ള നമ്മൾക്ക് കിട്ടേണ്ട ചില നോളജുകളെ പകർന്നു നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മഹാനായിട്ടുള്ള APJ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില സ്വപ്നങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ സ്വപ്നങ്ങളെ പിന്നീട് വലിയ ചിന്തകളാക്കി പരിവർത്തിക്കപ്പെടുകയും ആ ചിന്തകൾ പ്രവൃത്തികളാക്കി നമുക്ക് നേട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയും വേണം. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മുടെ ഒരു സെഷന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇതിന് സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെനാരിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ വലിയ മാറ്റങ്ങളും പൊളിച്ചേറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. 36 കൊല്ലത്തിന് ശേഷം പിന്നീട് രാജ്യം വിപ്ലവകരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയിലേക്കൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സെനാരിയോയുടെ പെർസ്പെക്റ്റീവ്, അതൊന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ പഠിക്കണമെങ്കിൽ, ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാകണമെങ്കിൽ എവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അതിന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതിന്റെ കാരണം എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് നമുക്കൊന്ന് സാന്ദർഭികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കും ഈ സെഷൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക. എന്നാൽ അതിനൊക്കെ ഏറ്റവും ഹേതുവായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും CUET എന്ന് പറയുന്ന ടൗൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് തന്നെയാണ്. അതിന്റെ UG ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ ഒരു സെഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പർപ്പസ് എന്താണ്, എന്തുകൊണ്ട് CUET, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, CUET എന്ന് പറയുന്ന ഒരു എക്സാമിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് എക്സാമിന്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടെ ഈ സെഷന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. ദെൻ സ്വാഭാവികമായിട്ടും അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ, അതിന് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, എക്സാം ആൻഡ് എക്സാം റിലേറ്റഡ് മാറ്റേഴ്സുകളൊക്കെ ഈ സെഷനിലൂടെ നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. കുറഞ്ഞ സമയം നമുക്ക് സെഷനിൽ പോയിട്ട് പിന്നീട് ബാക്കി ഡിസ്കഷനിലേക്ക് പോകാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലേ, എന്താണ് വൈ സം സ്റ്റുഡൻസ് ആർ മോർ സക്സസ്ഫുൾ ഇൻ ദർ കരിയർ ലൈഫ് ദാൻ അതേഴ്സ് എന്ന് ചോദിക്കും. നമ്മുടെ കൂടെ പഠിച്ച, നമ്മളോട് കൂടെ ഉള്ള നമ്മുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ ആയിട്ടുള്ള ചില ആളുകളൊക്കെ നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നു. പക്ഷെ പല ആളുകൾക്കും ആ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കുന്നില്ല. ഇതിന്റെ കാരണം ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആൻസർ എനിക്കൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇടുക എന്നുകൊണ്ട് ചില ആളുകൾ മാത്രം ഇങ്ങനെ കാര്യങ്ങൾ വിജയകരമായിട്ട് അല്ലെങ്കിൽ വിജയിച്ച ആളുകൾ നമ്മൾ വിളിക്കുന്നത് ചില ആളുകൾ മാത്രമാണ് ചാറ്റ് ബോക്സിൽ ഒന്നും ഇടാൻ പറ്റും. ഒരു വൺ വേ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഈ ഓൺലൈൻ സെഷനുകളുടെ ഒരു പ്രശ്നം അതാണല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ള എന്തും ഇതിന് ശരിയോ തെറ്റോ ഒന്നുമില്ല, എന്താണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്, പ്രോപ്പർ ഗൈഡൻസ്, വെരി ഗുഡ്. പ്രിപ്പറേഷന്റെ കുറവുണ്ട് എന്ന് പറയുന്നത് വലിയ ആന്റണി. സാർ മൈൻഡ് സെറ്റ് ഒരു പ്രശ്നമാണ്. സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് സഫീദ. പ്ലാനിങ് ഡസ് നോട്ട് ഗ്രാൻഡ് സക്സസ് എന്നുള്ളതാണ്. സോ ഡ്രീം ഗൈഡൻസ് എന്ന് സ്മിത പറയുന്നു. മൈൻഡ് സെറ്റ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഷമീം. കൺസിസ്റ്റൻസിയുടെ കുറവാണെന്ന് അതാ പറയുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ സമയത്തിന്റെ ഒരു പരിമിതി കാരണം
നിങ്ങളുടെ ആൻസറുകൾ വന്നോട്ടെ. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇല്ല എന്ന് ജസീല പറയുന്നു. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉള്ളവരാണെന്ന് പറയുന്നു. ഓക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് അവസരങ്ങൾ അറിയാത്തത് കൊണ്ട് മാത്രമല്ല, പീപ്പിൾ വിത്ത് ക്ലിയർ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ എവിടേക്കാണ് നമ്മൾ പോവേണ്ടത്, എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്ത് വിഷയമെടുത്താണ് നമ്മൾ പഠിക്കേണ്ടത്, പഠനത്തെ നമ്മൾ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യപ്പെടേണ്ടത്, ഈ ഒരു വേർ ദേ ആർ ഗോയിങ്, അവരെവിടെ പോകുന്നു എന്ന് അവർക്ക് അവരറിയുന്നു എന്നുള്ളതാണ്. അതായത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കരിയർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ കരിയർ പ്ലാനിങ്ങിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് ഈ വിജയിച്ച ആളുകളുടെ എല്ലാം പരവും കാണുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ വിദ്യാഭ്യാസ പ്രക്രിയയെ കാണുന്നു, കരിയറിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിജി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഏകദേശം 10-28 വർഷം 1996 ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്നൊരു സയന്റിസ്റ്റ് ആയിട്ടുള്ള അബൂബക്കർ സാറിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുമ്പോൾ ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരുന്നു. 10-20-25 കൊല്ലം ആകുമ്പോഴേക്ക് കേരളത്തിൽ കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാമിലൂടെ ഈ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കേരള സൊസൈറ്റിക്ക് വലിയൊരു 5 ലക്ഷത്തിലധികം കുട്ടികൾക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ പരോക്ഷമായിട്ട് മില്യൺ കണക്കിന് ആളുകളുടെ കരിയറിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കൗൺസിലിംഗും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് സിജി വളർന്നിട്ടുണ്ട്. അതിന്റെ അനുഗുണങ്ങളാണ് വിജയപേരി പോലുള്ള പ്രൊജക്ടുകൾ ജില്ലകളിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായ ഒരു പ്ലാനിങ്, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊക്കെ കൂട്ടിയിട്ടുള്ള സംഗതിയാണ് നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടഭാജനമായിട്ടുള്ള ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ, ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന സച്ചിൻ എപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് സ്റ്റോപ്പ് ചേസിങ് യുവർ ഡ്രീംസ് ബിക്കോസ് ഡ്രീംസ് ഡു കം ട്രൂ. നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ ഉപേക്ഷിക്കാനുള്ളതല്ല, ഒരു ഘട്ടത്തിൽ ആ സ്വപ്നം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് സച്ചിൻ നമുക്ക് പറഞ്ഞു തരികയാണ്. സച്ചിൻ നമുക്കറിയാലോ, എല്ലാ സ്വപ്നങ്ങളുടെയും പുറകെ നടന്ന് വിജയം വരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മോട് പറയുന്നത് നിങ്ങൾക്കൊരു സ്വപ്നം വേണം. അതാണ് നമ്മുടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, വിജയം പറഞ്ഞ നമ്മുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ട് തന്നെ നമുക്കൊരു ലക്ഷ്യം വേണം, ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. ആ സ്വപ്നമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ പലപ്പോഴും ഇവിടെ നമ്മൾ പരാജയപ്പെട്ടവരാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, തോമസ് എഡിഷൻ പറഞ്ഞ പോലെ തന്നെ അവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ലൈസ് ഇൻ ഗിവിംഗ് അപ്പ് എന്നുള്ളതാണ്. നമ്മൾ കുറേ സ്വപ്നം കാണും, കുറച്ചു കാലം അതിന്റെ പുറകെ പോകും, ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നും, അതങ്ങ് വിട്ടുപോരും. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നവന്റെ പേരാണ് പരാജയം എന്ന് പറയുന്നത്. ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രം സ്വപ്നം കാണുന്ന കുറെ ആളുകളുണ്ട്. രാവിലെ എണീക്കുമ്പോൾ കുറെ സ്വപ്നം കാണും, വൈകുന്നേരം കിടക്കുമ്പോഴേക്ക് ആ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളായിട്ട് ചില ആളുകൾ മാറും. സോ ദ മോസ്റ്റ് സെർട്ടൻ വേ ടു സക്സീഡ് ഈസ് ഓൾവേസ് ടു ട്രൈ ജസ്റ്റ് വൺ മോർ ടൈം എന്നാണ്. നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ, ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ടോ, ആ പ്രതിസന്ധിയിൽ തളരാണ്ട് ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് ശ്രമിച്ചു നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ താല്പര്യം +2 എക്സാം റിസൾട്ട് വരും, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സ്കോർ എത്തില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മൾ ഡെസ്പായിട്ട് പോവുകയാണ്. ആ അവസരങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു അവസരം നമ്മൾ കാത്തിരിക്കുന്നുണ്ട് എന്നും, ഈ നഷ്ടപ്പെട്ടതൊന്നും ജീവിതത്തിൽ ഒരു നഷ്ടമേ അല്ല, പുതിയ തുടക്കത്തിനുള്ള ഒരു ചെറിയ ചുവടുപിഴവ് മാത്രമാണതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഊർജം കിട്ടുമെന്നുള്ളതാണ്. സോ ഞാൻ വായിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഒരു പുസ്തകമാണ്, എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ള ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം. പുസ്തകത്തെ ഞാൻ കയ്യിലെടുത്തിട്ട് എൻ്റെ മൈൻഡിലേക്ക് അതിൻ്റെ ആദ്യത്തെ കുറച്ച് പേജുകൾ വായിച്ചപ്പോഴേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ആഗ്രഹിച്ചത് എത്തിപ്പിടിക്കാനായില്ലെങ്കിൽ പകരം എന്തെങ്കിലും എന്നതൊരു ഉത്തരമേ അല്ല. നിങ്ങൾ ഒരു സ്വപ്നം കാണുന്നു, ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നു, ആ ആഗ്രഹം നമ്മൾ പാടെ പൂർത്തീകരിക്കപ്പെടാണ്ട് ആ ആഗ്രഹത്തിൽ നിന്ന് ചെറുതെന്തെങ്കിലുമൊക്കെ സ്വായത്തമാക്കുമ്പോഴേക്ക് നേടുമ്പോഴേക്ക് ഇത് മതി, സാറ്റിസ്ഫൈഡ് ആയി, ദാറ്റ്സ് ഇനഫ്. ഈ ഒരു പെർസ്പെക്റ്റീവ് ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ ഒരു ലക്ഷ്യത്തെ അല്ല. ഞാൻ കണ്ടത് എന്താണെന്ന് 100% എൻ്റെ കയ്യിലെത്തുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ സ്വപ്നങ്ങളെ പൂർത്തീകരണം. അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയാ, ഈ ചെറുതെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആവരുത് എന്ന് ആഗ്രഹിച്ചത് എന്താണ് അത് കിട്ടുന്നത് വരേക്ക് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. പരിപൂർണമായിട്ട് കൈയെത്തുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണമെന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് 17 തവണ പരാജയപ്പെടുമ്പോഴും നമുക്കറിയാം ഹിലാരി ആ പോരാട്ടം
പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം ലോകത്തോട് വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിന് മുമ്പുള്ള അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഇത് നമുക്ക് 100,000 കേസുകൾ നമ്മൾ നിരന്തരം പറയുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, അത് ജെഎൻയുവിനെ പോലെ, ഇഫ്ലുവിനെ പോലെ, ജാമിയയെ പോലെ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നല്ല കോഴ്സുകളാണ് നമ്മൾ സ്വപ്നമെങ്കിൽ, അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ, കേരളത്തിൽ തൊട്ടടുത്ത് നമ്മുടെ വീടിനടുത്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒരു കൊമേഴ്സ് കിട്ടിയാലോ, ഒരു മാത്സ് കിട്ടിയാലോ, ഒരു കെമിസ്ട്രി കിട്ടിയാലോ, ഒരു ഹിസ്റ്ററി കിട്ടിയാലോ തീരാവുന്നതല്ല. ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളത് പ്രധാനമായിട്ടുമാണ്. അങ്ങനെ വല്ലാണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കോട്ടാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ശ്രീറാം കോളേജുകളുടെ ഫൗണ്ടർ ആയിട്ടുള്ള സർ ശ്രീറാം പറഞ്ഞിട്ടുള്ള വാക്ക്, എഡ്യൂക്കേഷൻ ഈസ് ദ കീ വിച്ച് ഇസ് ഗോയിങ് ടു അൺലോക്ക് ദ ഡോർ ടു ഗ്രേറ്റ്നസ് എന്നാണ്. നിങ്ങൾ എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനെ രൂപീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോല് അത് നിങ്ങളുടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ എല്ലാ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെയും ഹേതു എന്ന് പറയുന്നത്, താക്കോൽ എന്ന് പറയുന്നത്, മഹത്തരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസത്തിന് നമുക്ക് അറിയാൻ പറ്റും, നിലവിലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം അത് പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് ഒരു വലിയ ഒരു ഭാഗം നമുക്ക് കാണാം. അക്കാഡമിക് കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ പ്രൊഫഷണൽ കോഴ്സുകളും അതിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസുകളൊക്കെ ഏകദേശം നമ്മളൊക്കെ അവെയർ ആണ്. അക്കാഡമിക് കോഴ്സുകൾ അതുമായി ബന്ധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ CUT പോലുള്ള എക്സാമിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. സോ ഒരു ഡിഗ്രി എന്നുള്ളതല്ല നമ്മുടെ സ്വപ്നമാണ്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യുക എന്നുള്ളതും, എവിടെയെങ്കിലും പഠിക്കുക, പഠിച്ചൊരു 3-4 കൊല്ലം കൊണ്ട് എനിക്കൊരു ഡിഗ്രിക്കാരനാവുക എന്നുള്ള ഒരു ഗ്രാജുവേഷൻ അച്ചീവ് ചെയ്യപ്പെടുന്ന ഒരാളാവുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ബിരുദം എന്ന് പറയുന്നത് അത് ഈ കാലഘട്ടത്തിൽ അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദി മാർക്കറ്റ് എന്നുള്ളതാണ്. നമ്മളുടെ ചുറ്റുപാടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നമ്മളുടെ മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമ്മളുടെ ഗ്രാജുവേഷനെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് ലൈഫിനെ ഡേ ടു ഡേ അപ്ഡേറ്റഡ് ആവുന്ന നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ സിലബസുകളെ, നമ്മളുടെ കോഴ്സുകളെ, നമ്മളുടെ വിദ്യാഭ്യാസത്തെ പരിവർത്തിക്കാൻ പറ്റുന്ന ഒരു ബിരുദത്തിന് മാത്രമേ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ബിരുദ പ്രക്രിയ എന്ന് പറയുന്നത് അത് ഏറ്റവും അഡ്വാൻസ് ചെയ്തിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നായിരിക്കണം എന്നുള്ളത് ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത് എന്നാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു സ്വപ്നം കണ്ടിട്ട് അത് ഉപേക്ഷിക്കപ്പെടേണ്ടതോ, അത് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിൽ പൊരുത്തപ്പെടേണ്ടതോ അല്ല എന്ന് പറയേണ്ട. കാരണം കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടത് ഇവിടെയാണ്. ഒരു ബിരുദമാണ് നമ്മുടെ ലക്ഷ്യം. സ്വാഭാവികമായിട്ട് CUT ഒക്കെ നമ്മുടെ ഒരു പ്രധാന മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ കോഴ്സുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യപ്പെടുമ്പോൾ ആ എൻട്രി ചെയ്യപ്പെടുന്നതിന് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളിലും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പഠിക്കുന്ന സിലബസിനും ഒക്കെ ആയിരിക്കണം എന്നുള്ളത് നമ്മളുടെ നിർബന്ധമായിരിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള മനോഗതിയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏത് പ്രതിസന്ധിയെയും വളരെ പോസിറ്റീവായിട്ട് നേരിടുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന്, നോട്ട് ഗിവ് അപ്പ് എന്ന് പറയുന്നു, ഉപേക്ഷിക്കാനുള്ളതല്ല എൻ്റെ സ്വപ്നം എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്ന് പോകേണ്ടത് എന്നുള്ളതാണ്. പൗലോസ് പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കാൻ ഈ ലോകം കൂടെയുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ ഈ ലോകമുണ്ട്. പക്ഷെ ആഗ്രഹം വേണമെന്നുള്ള ആഗ്രഹം നമുക്കില്ലാണ്ട് എന്നാലാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ചലഞ്ച് യുവേഴ്സ്. എന്റെ സ്വപ്നം ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണമെന്നാണ്. ഒരു ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ പഠിക്കൂ എന്നുള്ള സ്വപ്നം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്ത മനോഗതിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് നിങ്ങൾ അത്ര ചെറിയ ചാലഞ്ച് അല്ല ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇന്ത്യയുടെ ഒരു യൂണിവേഴ്സിറ്റി പരന്നു കിടക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു വ്യാപ്തി പോലെ തന്നെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലൂടെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. കേരളം എന്ന് പറയുന്നത് അതിൽ തുലവും ചെറിയ ഒരു അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു സാധനം മാത്രമാണ്. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്നത് നമുക്ക് 2 അല്ലെങ്കിൽ ഒരു ഓഫ് ക്യാമ്പസും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും മാത്രമാണ് കേരളത്തിലുള്ളത്. ഏകദേശം നമുക്കറിയാം ഐസിയുടെ കണക്ക് പ്രകാരം 1500-ലധികം സ്ഥാപനങ്ങൾ, 1700-ലധികം സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. UGCയുടെ കണക്ക് പ്രകാരം ഏകദേശം 1200-ലധികം സ്ഥാപനങ്ങൾ ഞാൻ കണക്ക് കാണിക്കാം. അത്തരം സ്ഥാപനങ്ങൾ ഉള്ളിടത്താണ് നമ്മൾ ഈ പറയുന്ന ഒരു കേന്ദ്ര സർവകലാശാല മാത്രമുള്ള കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു 10-15 യൂണിവേഴ്സിറ്റികൾ മാത്രമുള്ള, നമുക്കറിയാം നിർഫ് പോലുള്ള, അതല്ലെങ്കിൽ പിന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന റാങ്കിങ്ങിലൊക്കെ നമ്മളുടെ സ്ഥാപനങ്ങൾ, ഞാൻ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബഹുമാനിക്കുന്നു, അതിന്റെ ഭാഗമായിട്ടൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റു സ്റ്റേറ്റുകളിലെ പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ ഇങ്ങനെയാണ്. നമുക്ക് 2023 പ്രകാരം അവൈലബിൾ ആയിട്ടുള്ള കണക്കുകളാണ്. അതിന്റെ അപ്ഡേഷൻസ് പുതിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേരളത്തിലടക്കം നടക്കുമ്പോൾ പുതിയ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് കേരളം പോലും വിധേയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കേരളം അതിന് മുൻപന്തിയിലുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ്. ഹയർ എഡ്യൂക്കേഷൻ പക്ഷെ നമ്മുടെ റെപ്രസെന്റേഷൻ ചെറിയ പ്രതിസന്ധികൾ കാണാൻ സാധിക്കുന്നു. ദേശീയ റാങ്കിങ്ങിലൊക്കെ നമ്മളുടെ റെപ്രസെന്റേഷൻ സ്ഥാപനങ്ങളുടെ റെപ്രസെന്റേഷൻ ഒക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കേന്ദ്രത്തിൽ, ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും പുതിയ കാലഘട്ടത്തിന് ഏറ്റവും സാധ്യതയുള്ള രാജ്യത്ത് നമ്മൾ ഈ ചെറിയ ഇടുങ്ങിയ ചിന്തകളിൽ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയെ കുറിച്ച് ആലോചിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നോക്കൂ, നിങ്ങള് കേരളത്തിന്റെ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ ചരിത്രം എടുത്തുകൊണ്ട് ഈ മാപ്പ് നമുക്കൊരു അഡ്രസ്സാണ്. കേരളത്തിന്റെ ചിത്രത്തിൽ നോക്കൂ, നിങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന 6 യൂണിവേഴ്സിറ്റികളൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, എന്റെ ശബ്ദം ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഭൂപടം ഒന്ന് നോക്കുന്നുണ്ട്. ആ ഭൂപടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കേരളം എന്ന് പറയുന്നത് വളരെ പരിമിതമായ സാഹചര്യങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ്. ഇവിടെ നിന്ന് ഒരു +2 കഴിയുമ്പോൾ, ഇവിടെ നിന്ന് ഒരു ഡിഗ്രിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇവിടെ നിന്ന് ഒരു അടുത്ത ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ സ്ഥാപനങ്ങളുടെയും ആ ചിന്തകളുടെയും പരിമിതി കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് ഈ ഒരു മേഖലയെ കുറിച്ച് സംസാരിച്ചത്. അങ്ങനെ ഒരു പരിമിതി നിന്നുകൊണ്ടാവരുത് നമ്മൾ ഈ ലോകത്ത് ചിന്തിക്കേണ്ടത്. കാരണം ഈ ലോകത്തിന്റെ സാധ്യതകള്, പുതിയ കാലഘട്ടത്തിന്റെ സാധ്യതകളൊക്കെ നിരന്തരം സംസാരിക്കുകയും നിരന്തരം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു തലമുറയോടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങനത്തെ ഒരു തലമുറ വിദ്യാഭ്യാസ പ്രക്രിയയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ വരുമ്പോൾ അത് പരിമിതമാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നല്ല യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എത്ര യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് നോക്കിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ കേരളം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നത്. സോ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്ന ചെറിയ സംഗതികളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയില്, അതേപോലെ തന്നെ മെഡിക്കല്, എഞ്ചിനീയറിംഗ് മേഖലകളിലൊക്കെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ, ലോകത്ത് അഡ്രസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുള്ള ഒരു രാജ്യമാണ് അല്ലെ. IIT-കളാണെങ്കിലും IIIT-കളാണെങ്കിലും NIT-കളാണെങ്കിലും, അതേപോലെ തന്നെ GFTI ആണെങ്കിലും IIM-കളൊക്കെ ആണെങ്കിലും IIMS അടക്കമുള്ള സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ സയൻസുകാർക്ക് മാത്രം ഒരു ലോകം, അവർക്ക് ഭയങ്കരമായിട്ടുള്ള NEET പോലുള്ള വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസുകളുടെ തയ്യാറെടുപ്പുകൾ മാത്രം, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, കൺവെൻഷണൽ സബ്ജക്റ്റുകളൊക്കെ എടുക്കുന്ന ഡിഗ്രിക്കാർക്ക് ലോകത്ത് പ്രത്യേകിച്ച് ചാലഞ്ചുകളല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയല്ല. ഈ സ്ഥാപനങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ പോലെ സ്ഥാപനങ്ങൾ തന്നെ ഈ പറയപ്പെടുന്ന മേഖലയിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുകയല്ല. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലെറ്റേഴ്സുകളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? സ്ഥാപനങ്ങളാണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയുന്നവര് ജസ്റ്റ് ഒരു 1 way talk ആവണ്ട എന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എത്ര ഈ സ്ഥാപനങ്ങൾ ഇതിനകത്ത് അറിയുന്നു, ഉദാഹരണത്തിൽ നിങ്ങൾക്ക് എത്ര അറിയുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലേ? ഓക്കെ, റൈറ്റ്. DU കൂടുതൽ പേര് എഴുതണം. എവിടെ? JMI ജാമ്യ മില്ലിയാണ്. ഓക്കെ, AMU അല്ലെങ്കിൽ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്.
യെസ്, ജയമായി പറയുന്നു അലിഗർ മുസ്ലിം റെജിന, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പറഞ്ഞു സോറി ജയമ കിട്ടി, DU കിട്ടി, AM കിട്ടി. യെസ്, നമ്മള് സ്ഥാപനങ്ങൾ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് കാണാൻ സാധിക്കും. നോർത്ത് ഈസ്റ്റേൺ ഹിന്ദു യൂണിവേഴ്സിറ്റി. ഓക്കെ, താങ്ക് യു. ഏകദേശം എല്ലാ കാര്യങ്ങളും ആയി എന്ന് തോന്നുന്നു. അപ്പോ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇത്ര നല്ല സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾ ചെറുതല്ല. ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താണ്? നോട്ട് ജസ്റ്റ് എ ക്യാമ്പസ് എന്നുള്ളത്. ഇത് ചെറിയ ക്യാമ്പസ് അല്ല, വെറുതെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോരുന്ന കേവല വിദ്യാഭ്യാസ പ്രക്രിയ നടക്കുന്ന ഒരു സാധനമേ അല്ല ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. എന്നതിന്റെ പ്രത്യേകത, ഈ ക്യാമ്പസുകൾ നോക്കുന്ന നിങ്ങൾ ഏകദേശം 467 ഹെക്ടറുകളൊക്കെയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ വ്യാപ്തി എന്ന് പറയുന്നത്. അറിയാം, ഇന്ത്യയിലെ ജബി പാണ്ഡ്യ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും വലിയ ക്യാമ്പസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അതിന്റെ 12,000 ചില്ലാനം ഏക്കറാണ് അതിന്റെ വിസ്താരം എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ വിസ്താരം ഒന്ന് എടുത്ത് നോക്കൂ, അതല്ലെങ്കിൽ വേണ്ട ക്യാമ്പസുകളുടെ ഒരു കോളേജിന്റെ വിസ്താരം ഒന്ന് എടുത്ത് നോക്കൂ. ഞാൻ അധ്യാപകനായിട്ടുള്ള ക്യാമ്പസിന്റെ വിസ്താരം എനിക്കറിയാം, 30 ഏക്കറിന്റെ അടുത്തുള്ള ഒരു സ്ഥാപനമാണ്. ഇങ്ങനെ പരിമിതമായ സാഹചര്യത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന നമുക്ക് 3,300-ലധികം കോഴ്സുകളുള്ള ഒരു സ്ഥാപനം ഒന്ന് ആലോചിച്ച് നോക്കി. 19-20 കോഴ്സുകളാണ് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിലുണ്ട്. മാക്സിമം പോയാൽ ഒരു 30-35 കോഴ്സുകളാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡിഗ്രി PG സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 100-150 കോഴ്സുകളാണ് മാക്സിമം നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് 40,000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസായിട്ട് ഒരു ക്യാമ്പസ് ഉണ്ടാവുക. ഏകദേശം 2,000-ലധികം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ആലോചിച്ച് നോക്കി. 2,000-ലധികം ടീച്ചേഴ്സ് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. 6,000-ലധികം നോൺ ടീച്ചിങ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ക്യാമ്പസ്. 19-20ഓളം ഹാളുകൾ റെസിഡൻഷ്യൽ ക്യാമ്പസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലുകളുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിട്ട് മാറുന്നുണ്ട്. നോക്കൂ നിങ്ങള്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് BHU 4,000 ഏക്കറാണ് BHUവിന്റെ വ്യാപ്തി എന്ന് പറയപ്പെടുന്നത്. 15,000-ലധികം കുട്ടികള്, 1,700-ലധികം അധ്യാപകര്, 8,000-ലധികം നോൺ ടീച്ചിങ് സ്റ്റാഫുകള്, അതേപോലെ തന്നെ 80-ലധികം ഹോസ്റ്റലുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങള്. ഈ സ്ഥാപനങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമായാൽ എവിടെയാ നമുക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റുക? രണ്ടാമത്തേത് കോംപ്രഹെൻസീവ് കരിക്കുലമാണ്. പുതിയ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്, അക്കാഡമിക് എന്ന് പറയുന്നത് എപ്പോഴും അതിങ്ങനെ മെല്ലെ മെല്ലെ ഒരു സ്ലോ ഗ്രോത്ത് ഉള്ള ഏരിയ ആണ്. പക്ഷെ നമുക്കറിയാം മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു ഡേ ടു ഡേ അപ്ഡേഷൻ ആണ്. ഈ ഡേ ടു ഡേ അപ്ഡേഷനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ സിലബസുകളും അതിന്റെ അക്കാഡമിക് പെർസ്പെക്റ്റീവും. ഇത് പഠിപ്പിക്കുന്നതും ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയപ്പെടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികളെ അവരുടെ കോഴ്സ് കഴിയുമ്പോഴേക്ക് 45 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെയാണ് അവരുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കേരളത്തിലെ കോളേജുകളിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് കഴിയുന്ന ആൾ എത്ര കമ്പനികൾ വരുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന് വരുന്ന കമ്പനികളും അവർ ഓഫർ ചെയ്യുന്ന ഒരു പേ സ്കെയിലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാവണം നമ്മളുടെ സ്വപ്നം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് റാപ്പിഡ് ഗ്രോത്തും ഇൻഡസ്ട്രിയൽ ലൈഫും ലേബർ മാർക്കറ്റിനൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ ഹിസ്റ്ററിയുടെ സിലബസ് എന്ന് പറയുന്നത്, നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ആ കെമിസ്ട്രിയുടെ സിലബസ് എന്ന് പറയുന്നത്. 38 കൊല്ലം ഒരു വിദ്യാഭ്യാസ പ്രക്രിയ മാറാനെടുത്ത പോലെ തന്നെയാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റികളുടെ സിലബസുകൾ മാറാനുള്ള സമയം എന്ന് പറയുന്നത്. ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടിയ പഴയ മൊഡ്യൂളിനെ ആദ്യത്തെ മൊഡ്യൂളിനെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് മാറ്റും, രണ്ടാമത്തെ മൊഡ്യൂളിനെ 4ാമത്തേക്ക് മാറ്റും. ഉള്ളതിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും നമ്മളുടെ ഈ പറയുന്ന അക്കാഡമിക് സിലബസുകൾക്കുള്ളത്. പക്ഷെ അവിടെ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അപ്ഡേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു ലേബർ മാർക്കറ്റിന് കോഴ്സ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും അവരുടെ സിലബസുകൾ എന്നുള്ളതാണ്. ബെറ്റർ ഫണ്ടിങ് എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റുകളൊക്കെ സ്ഥാപനങ്ങൾ കിട്ടുന്ന ഫണ്ടിങ് ഒന്നും ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കിട്ടണമെന്നില്ല. അത്തരം ഒരു സ്ഥാപനങ്ങൾ നമുക്ക് ഗവൺമെന്റ് കോളേജുകൾ കിട്ടണമെന്നില്ല. അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു പക്ഷേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടണമെന്നില്ല. ഇപ്പോൾ നല്ല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു സംവിധാനങ്ങളും ഒരുക്കാനുള്ള ഫണ്ടിങ് സിസ്റ്റം അത് കേന്ദ്ര സർവകലാശാലകളും ഈ പറയപ്പെടുന്ന പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അപ്പോൾ അത് അത്രത്തോളം ബജറ്റിൽ നമ്മൾ കാണുന്നതാണ്. മറ്റൊന്നാണ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുറഞ്ഞ ചെലവിൽ
ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാലോ, ഒരു 4000-ഓ 5000-ഓ ഉണ്ടെങ്കിൽ നമുക്ക് കേന്ദ്ര സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. 1500 1800 രൂപ ഉണ്ടെങ്കിൽ 750 രൂപയാണ് അലിഗഡിലെ ഹോസ്റ്റലിൽ. ജാമ്യയിൽ ഞാൻ നിന്ന സമയത്ത് 1200 രൂപയാണ് ഹോസ്റ്റലിന് കൊടുത്തിട്ടുള്ളത്. 1800 രൂപയാണ് അവിടെ ഫുഡിന് ഒരു മാസത്തേക്കുള്ള ചെലവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ദിവസം ക്യാമ്പസിൽ പോയി വരണമെങ്കിൽ നമ്മുടെ ബസ് ഫെയർ എത്ര ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുന്നത്. നമ്മളൊരു ദിവസം ഇങ്ങനെ 30-40 രൂപ എടുക്കുമ്പോൾ നമുക്ക് ആ ചെലവ് മനസ്സിലാവില്ല. പക്ഷെ ഒരു മാസത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ പ്രക്രിയക്ക് വേണ്ടി ഒരു ദിവസം എടുക്കുന്ന ഫുഡിനെ പറ്റി ആലോചിച്ച് നോക്കും. അങ്ങനെ നമ്മൾ ഒരു വർഷത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന്റെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു 6000-5000 രൂപ സുഖമായിട്ട് അതിന് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും. മറ്റൊന്ന് ദേ ആർ ഓട്ടോണമസ്. സമയാസമയമായിട്ട് പരീക്ഷകൾ നടത്താൻ, സിലബസുകളുടെ പരിഷ്കാരങ്ങൾ വരുത്താൻ, അധ്യാപകന് പരിപൂർണമായിട്ട് തങ്ങളുടെ ക്ലാസ് റൂമുകളെയും തങ്ങളുടെ അധ്യാപന രീതിയെയും നിയന്ത്രിക്കാൻ പറ്റുന്ന, പുതിയ കാലഘട്ടത്തിനെ എപ്പോൾ വേണമെങ്കിലും അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കും ഇത്തരം കേന്ദ്ര സർവകലാശാലകളും ഇത്തരം ഓട്ടോണമസ് സ്ഥാപനങ്ങളും എന്നുള്ള പ്രത്യേകതയുണ്ട്. അതല്ലാണ്ട് യൂണിവേഴ്സിറ്റിയുടെ ചേഞ്ചസ് വരട്ടെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാത്തിരിക്കുന്ന ദൗർഭാഗ്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറേണ്ടതുണ്ട്. നമ്മൾ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ വിഷയം പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഏറ്റവും നല്ല ആധികാരിക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, അല്ലെ? അലിഗഡിൽ പോയിട്ടുള്ള ആളുകൾ ഇർഫാൻ ഹബീബ് സാറിന്റെ ക്ലാസ്, ജെഎൻയു പോയിട്ടുള്ള ആളുകൾ റമീല താപ്പർ സാറിന്റെ, ജാമിയയിൽ പോയിട്ടുള്ള ആളുകൾ അക്തർ വാസി സാറിന്റെ ക്ലാസ്സുകൾ, ഇങ്ങനെ സയൻസിലും കൊമേഴ്സിലും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകര് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഈ പറയപ്പെടുന്ന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ നമ്മുടെ അധ്യാപകരാകുക അതൊരു വലിയ അഭിമാനം ഉണ്ടാക്കുന്ന സാധനമാണ്. എന്റെ അധ്യാപകന്റെ പേര് കൊണ്ട് ഞാൻ അറിയപ്പെടുക എന്ന് പറയുന്നത് അഭിമാനം ഉണ്ടാകുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ, അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പഠിച്ച സ്ഥാപനങ്ങൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എന്റെ ഡിഗ്രിക്ക് എന്ന് പറയുന്നത് മുമ്പാടെ MBS ആണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓട്ടോണമസ് ക്യാമ്പസ്. എന്റെ PG എന്ന് പറയുന്നത് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏറ്റവും നന്നായിട്ട് ഗ്രോത്തുള്ള ഒരു സ്ഥാപനമാണ്. എന്റെ PhD എന്ന് പറയുന്നത് ജാമിയ മില്ലിയാണ്, ഡൽഹിയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല നമ്പറും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനം. ഇത് പറയാൻ, ഇങ്ങനൊരു അഭിമാനം കാക്കാൻ നിങ്ങൾക്ക് ഒരു അവസരമാണ് ഈ വന്നിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള നമ്മുടെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങള് JNU കഴിഞ്ഞ വർഷത്തിൽ ഇറക്കിയിട്ടുള്ള അവിടുത്തെ അക്കാഡമിക് പെർസ്പെക്റ്റീവ് നോക്കണേ. ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിന് വേണ്ടി, ജസ്റ്റ് ക്യാമ്പസ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏകദേശം 170-ലധികം പുസ്തകങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ JNU വന്നത്. ഇത് അവിടെ നിന്ന് ഒഫീഷ്യലി ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 351 അധികം ചാപ്റ്റേഴ്സ്, പുസ്തകങ്ങളിലെ ചാപ്റ്ററുകളാണ് അവിടുത്തെ പ്രൊഫസർമാരും അവിടുത്തെ റിസർച്ചേഴ്സും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 1100-ലധികം റിസർച്ച് ജേണലുകളിലാണ് JNU ഒറ്റ വർഷം കൊണ്ട് പബ്ലിക്കേഷൻസ് വന്നിരിക്കുന്നത്. 1878ഓളം സെമിനാർ കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ക്യാമ്പസാണ് ഈ പറയപ്പെടുന്ന JNU എന്ന് പറയുന്നത്. 1393ഓളം ഔട്ട്സൈഡ് JNUവില് ലെക്ചർഷിപ്പ് എടുത്ത് ഡെലിവർ ചെയ്തിട്ടുള്ള വലിയ ഫാക്കൽറ്റീസും അതേപോലെ തന്നെ ആളുകളും ഉള്ള ഒരു ക്യാമ്പസ്. ഇങ്ങനെ ഒരു ക്യാമ്പസിൽ പഠിക്കേണ്ടതല്ലേ നമ്മുടെ ഏറ്റവും പ്രധാനം. 290-ലധികം നാഷണൽ പ്രോജക്റ്റുകൾ, ഗവൺമെന്റ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. നിങ്ങള് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ വലിയ ഫെസിലിറ്റീസ് ആയിരിക്കും, അല്ലെ? നമ്മൾ പറയായിരുന്നു ചിലപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു നെറ്റ്വർക്കിന് കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും മരത്തിന് മുകളിൽ കയറിയിരിക്കാൻ പറ്റും. നമ്മളുടെ സ്വന്തം ഫോണിൽ ഒരു നെറ്റ്വർക്ക് കിട്ടണമെങ്കിൽ തന്നെ നെറ്റ്വർക്ക് ഇതായിരിക്കും. അവിടെയാണ് നമുക്ക് ഹോസ്റ്റലിൽ ഉപയോഗിക്കാൻ വേണ്ടി 8 GB 10 GB, ഇന്നിപ്പോ അത് 100, 150, 200 ഒക്കെ GB ആയിട്ട് ഫ്രീ ആയിട്ട് തരും. ക്യാമ്പസ് ഫുൾ വൈപ്പ് ചെയ്യാവുന്ന, അതേപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ലൈബ്രറി ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എവിടെ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കേരളത്തിൽ തന്നെ കാസർഗോഡുള്ള നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി 310 ഏക്കറാണ്, 8ഓളം ഹോസ്റ്റലുകളുടെ സംവിധാനമാണ്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും അത്ര നല്ല സംഖ്യയായിട്ട് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പുതിയ ഇന്റേൺഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് പുതിയ പ്ലേസ്മെന്റുകളൊക്കെ പെട്ടെന്ന് എത്തുന്ന സ്ഥാപനങ്ങൾ എന്ന പ്രത്യേകതയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്ര സ്ഥാപനങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ പഠിക്കുന്ന ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങാതെ മറ്റു വിഷയങ്ങളിലേക്ക് കൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഗ്ലോബൽ എക്സ്പോഷർ. ഒരു ഡൽഹിയിലൊക്കെ പോയി പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ ആലോചിക്കുന്നുണ്ടാവുക ഒന്നല്ലെങ്കിൽ ഒരു UK, US, അതല്ലെങ്കിൽ കാനഡ, അതിനപ്പുറത്തേക്കുള്ള, അതല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിൽ മനോഭാവത്തിലേക്ക് നമ്മളെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒരു വ്യക്തി എന്ന് പറയുന്നതിൽ പരിപൂർണമായിട്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്.
ദെൻ അക്കാഡമിക് എൻറിച്ച്മെന്റ്. ഒരു വിഷയം പഠിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ആധികാരികമായിട്ട് ശബ്ദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ അഡ്രസ് ആയിട്ട് മാറുന്നു എന്നുള്ളത് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ, ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കാൻ ചിന്തിക്കുന്നവരാണ് എന്റെ ശബ്ദം കേൾക്കുന്നത് വിശ്വസിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാവണം ഈ മാർച്ച് 1-ാം തീയതി മുതൽക്ക് 22-ാം തീയതി വരേക്കുള്ള 22 ദിവസം കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നം, നമ്മൾ പിറകെ ഓടുന്ന നമ്മളുടെ ആവശ്യമായിട്ടുള്ള ആ സംഗതി, ഇത്തരം ഒരു സ്ഥാപനത്തിൽ പഠിക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. അതിനെ നമ്മൾ വിളിക്കുന്ന 4 അക്ഷരത്തിന്റെ പേരാണ് CUET എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്? അറിയാവുന്ന പോലെ തന്നെ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 യൂണിവേഴ്സിറ്റി എൻട്രൻസുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എന്ന് നമുക്ക് അതിന് കാണാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ CUETയുടെ അണ്ടറിലേക്ക് വന്നിരിക്കുന്നു. ഇന്നലെ ഞാൻ നോക്കി വെച്ച് കണക്ക് എൻട്രി ചെയ്തിട്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ വീണ്ടും ചേഞ്ചസ് ഉണ്ടായിരിക്കും. അത്ര സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കും. 22-ാം തീയതി മുമ്പ് നമ്മൾ അപ്ഡേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ഏതൊക്കെ സ്ഥാപനങ്ങൾ പുതുതായിട്ട്, ഏതൊക്കെ കോഴ്സുകൾ പുതുതായിട്ട് എൻട്രി ചെയ്യുന്നു എന്നുള്ളത്. ഇത്തരം സ്ഥാപനങ്ങൾ 300-ലധികം സ്ഥാപനങ്ങളിലേക്ക് 287 ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ രീതിയിൽ സ്ഥാപനങ്ങൾ അവരുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 മേഖലയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? CUT എക്സാം കാണാൻ സാധിക്കുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഏത് സബ്ജക്റ്റുകളാണ് നമുക്ക് വേണ്ടത്? എഞ്ചിനീയറിംഗ് ആണോ, അഗ്രികൾച്ചർ ആണോ, പിന്നെ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഡിപ്ലോമയാണോ, ഏത് സബ്ജക്റ്റുകൾ വേണമെങ്കിലും അതിനെല്ലാം അവസരം കൊണ്ട് പ്രത്യേകതയുണ്ടെന്നുള്ളതാണ്. സോ അതുകൊണ്ട് CUT ചെറിയ ഒരു പരീക്ഷയല്ല. 13 ഭാഷകളിൽ 300-ലധികം എക്സാം സെന്ററുകളായിട്ട്, അത് ഇന്റർനാഷണലി 15ഓളം സെന്ററുകൾ വിദേശത്തും 285ഓളം സെന്ററുകൾ ഇന്ത്യയിലും, അതിൽ 17ഓളം സെന്ററുകൾ കേരളത്തിലും, അങ്ങനെ ലക്ഷദ്വീപ് അടക്കം 17 സെന്ററുകൾ കേരളത്തിലുമൊക്കെ ഉള്ള വിപുലമായ സാധ്യതകളുണ്ട്. ഒരു ലോകത്തെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ ഈ ഒരു ടോക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കൂടെ അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ചെറിയ ഒരു ഇന്ററാക്ഷൻ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എന്താ CUTയുടെ പ്രത്യേകത? CUTയുടെ പ്രത്യേകത വളരെ ഈസിയാണ്, അല്ലെ? +2 എക്സാം ഉള്ളവർക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള പരീക്ഷ. കമ്പാരിറ്റീവ്ലി അത്ര വലിയ ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം CUT എക്സാം NTA തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് എന്താണ്? +2 ബേസ് എഴുതാൻ പറ്റിയിട്ടുള്ള, NCERT ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു എക്സാം എന്നുള്ള നിലക്കാണ് നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നത്. ലെസ് കോമ്പറ്റീഷൻ ആണ്. നാഷണൽ ലെവലിൽ 14 ലക്ഷം ആളുകൾ എഴുതുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് CUT എക്സാമിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ള വലിയ ദൗർഭാഗ്യമാണ്. ഡൽഹിയും അതേപോലെ തന്നെ UP ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ കണക്ക് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിൽ കേരളം പോലുള്ള ഒരു വലിയ സ്റ്റേറ്റ് ഒരു ഹയർ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവില് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എക്സാമിനെ പോലും അവെയർ അല്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്, അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനക്കെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള ഒരു എക്സാമിന്റെ പേരാണ്. മറ്റൊന്നാമത്തെ പ്രശ്നം മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ ആണ്. നമ്മളവിടെ പോലെ മറ്റെന്തെങ്കിലും ഘടകങ്ങളൊന്നും അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. നിങ്ങളെ ക്വാളിറ്റി ഉള്ളവരാണോ, നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ഉണ്ടോ, അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ്. കട്ട് ഓഫിന്റെ കാര്യത്തിൽ കുറച്ച് ടഫായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാലും ആ കട്ട് ഓഫ് നേടുക എന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കും CUT പരീക്ഷ എഴുതുന്ന സമയത്ത്. അത്തരം കട്ട് ഓഫുകളെ ചാലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് കപ്പാസിറ്റിയെ പരിപൂർണമായിട്ട് കാണിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ കൂടെയാണ് ഈ പറയപ്പെടുന്ന. നമ്മള് മെയ് 8-ാം തീയതി മുതൽക്ക് ജൂൺ 1-ാം തീയതി വരെ നടക്കുന്ന നമ്മൾ കിട്ടുന്ന നമ്മുടെ സെഷനിൽ നമ്മൾ എഴുതുന്ന ഒരു പരീക്ഷയുടെ പേര്, നമ്മൾ എടുക്കുന്ന 1 മണിക്കൂറിന്റെ എഫേർട്ട്, 60 മിനിറ്റിന്റെ എഫേർട്ട്, 50 ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ആ ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടുന്ന മാർക്ക്, ഈ മാർക്ക് കൊണ്ട് നാളെ ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ വിചക്ഷകനായി നമുക്ക് മാറാൻ സാധിക്കും. ഏറ്റവും നല്ല 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതം മൊത്തം സേഫാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നതാണ് CUT എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അതിന്റെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സൈറ്റ് നമുക്കറിയാവുന്ന പോലെ തന്നെ CUT.nta.nic.in എന്ന് പറയുന്ന സൈറ്റ്, ഇത് നമ്മൾ നിർബന്ധമായിട്ട് ഇന്നു മുതൽ ഫുൾ ടൈം നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ അപ്ഡേഷൻസിന്റെ ഭാഗമായിട്ട് ഈ സൈറ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ CUTയുടെ മെയിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ പിന്നെ എന്താ പറയുക എക്സിക്യൂട്ടീവ് നമ്പർ, നമുക്ക് കസ്റ്റമർ കെയർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇതെല്ലാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് കാണേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ 2022 CUT പുതിയൊരു തലത്തിലേക്ക് മാറിയപ്പോൾ ഏകദേശം നമുക്ക് 10 ലക്ഷത്തിന്റെ ആളുകളായിരുന്നു അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ 2023 അത് 15 ലക്ഷത്തോളം ആളുകളുടെ അപേക്ഷകളായി. 2024 അതിന് ചെറിയൊരു ഇടിവ് സംഭവിച്ചെങ്കിലും 13.4 ലക്ഷം ആളുകൾ, അതിൽ തന്നെ 7.1 ലക്ഷം മെയില്, 6.3 ലക്ഷം ഫീമെയില്, അതേപോലെ തന്നെ ഏകദേശം അതിൽ 12 ലക്ഷത്തിലധികം 11 ലക്ഷത്തി 13,000 ആളുകൾ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. നമ്മളത് ഈസിയാന്ന് പറയുമ്പോഴും നമുക്കറിയാം നീറ്റ് പോലുള്ള എക്സാമുകളൊക്കെ ഏകദേശം ഒരു 20-22 ലക്ഷം ആളുകൾ എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 16-17 ലക്ഷം ആളുകളുടെ എഴുതുന്ന എഞ്ചിനീയറിംഗ് എക്സാമുകൾ പോലെ പ്രധാനമായിട്ട് കാണേണ്ട ഒരു എക്സാം തന്നെയാണ് ഈ എക്സാം എന്നുള്ളത് കൂടെ ഈ ചന്ദ്രവിവേക്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാദത്തെ വിട്ടുകൊണ്ടല്ല പറയുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ്. എന്നാൽ ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും നല്ല കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് നമുക്ക് ഈ CUT എക്സാമിന് വിളിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രധാനമായിട്ട് 2024-25 വരുമ്പോൾ വലിയ മാറ്റങ്ങളോടുകൂടിയാണ് എക്സാം വന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ്. ഞാനത് പ്രധാനമായിട്ട് നോട്ടിംഗ് ആണ്. 2024 നമുക്ക് 63 പേപ്പറുകൾ എഴുതാൻ പറ്റിയിരുന്നു. അതിൽ 33 ലാംഗ്വേജുകൾ, ഫോറിൻ ലാംഗ്വേജസ് അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അത് വെറും 37 സബ്ജക്റ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 13 ലാംഗ്വേജുകളാക്കിയിട്ട് ഇന്ത്യൻ ലാംഗ്വേജുകളായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം നമുക്ക് 6 ഓപ്ഷനുകൾ എടുക്കാൻ പറ്റിയിരുന്നു. ഇവിടെ നമുക്ക് 5 ഓപ്ഷനുകളാണ് മാക്സിമം എടുക്കാൻ പറ്റുക എന്നുള്ളതുണ്ട്. അവിടെ നമുക്ക് 60 ക്വസ്റ്റ്യൻ നിന്ന് 50 ക്വസ്റ്റ്യൻ ഒരു പിന്നെ എന്താ ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 50 ക്വസ്റ്റ്യൻ എല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. നോ ചോയ്സ് എന്നുള്ള വരുന്നുണ്ടെന്നാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ചില എക്സാമുകളൊക്കെ പെൻ ആൻഡ് പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ, ഹൈബ്രിഡ് മോഡലായിരുന്നെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ദെൻ 60 മിനിറ്റ് എന്ന് പറയുന്ന ഫിക്സഡ് ആക്കി 1 മണിക്കൂർ എന്നുള്ളതാണ്. മറ്റൊരു നമുക്ക് 50 ക്വസ്റ്റ്യന് 75 മിനിറ്റ് കൊണ്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ 1 മണിക്കൂറായിട്ട് 40 മിനിറ്റ് മുതൽ 75 മിനിറ്റ് വരെയൊക്കെ ചില പേപ്പറുകൾ സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 3 സെഗ്മെന്റിലെ എക്സാമുകൾ നമുക്ക് 1 മണിക്കൂർ വെച്ചിട്ടാണ് സമയം കിട്ടുന്നത് എന്നുള്ളതാണ്. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അതേപോലെ തന്നെ ഈ മാറ്റപ്പെട്ട വിഷയങ്ങളെല്ലാം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സ്കോർ ബേസ് ചെയ്തുകൊണ്ട് ആണ് കൂടുതലായിട്ട് എടുക്കാനുണ്ടാവുക എന്നുള്ളത് അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് എക്സാം സെന്റർ സെലക്ട് ചെയ്യാൻ 4 സിറ്റികൾ മാത്രമാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള പ്രത്യേകത കൂടെ പുതിയ മാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെ വലിയ മാറ്റങ്ങളും പൊളിച്ചെത്തുകളുമാണ് CUT തന്നെ എക്സാം പാറ്റേണിൽ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നു. എക്സാമിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. നമുക്കറിയാം തന്നെ പ്ലസ് ടു എഴുതി ഫൈനൽ റിസൾട്ട് കാത്തിപ്പോ സെക്കൻഡറി എഴുതുന്ന ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസുകൾ പറയുന്നുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ 5 വിഷയങ്ങൾക്ക് എഴുതിയിട്ടുള്ള എക്സാമുകൾ, പ്ലസ് 2 എക്സാമുകൾ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. NDAയുടെ ചില പിന്നെ ഈക്വലന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ഇതിന് ക്വാളിഫിക്കേഷൻ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിദേശ സർവകലാശാല കൊടുക്കുന്ന കോഴ്സുകൾ അതില് ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ എക്വലൻസി ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ അത് വിശദമായിട്ട് ആ മേഖല ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ CUT എക്സാമിന് കൊടുക്കാൻ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ട 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് കൃത്യമായിട്ട് അവരുടെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ട് അവർ കൊടുക്കുന്ന ഓഫർ ചെയ്യുന്ന, പ്രത്യേകിച്ച് CUT എല്ലാ കോഴ്സുകളൊന്നും എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് UG കാര്യത്തിലൊന്നും. ഇപ്പോൾ JNU ലാംഗ്വേജസ് മാത്രമാണ് കൊണ്ടുവരുന്നത്, കാലികൾ ചില ലാംഗ്വേജസ് മാത്രമേ കൊണ്ടുവരുന്നത്. അപ്പൊ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് UGയിൽ കാണാൻ സാധിക്കുന്ന പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ആ കോഴ്സുകൾ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയെ പറ്റി കൃത്യമായ ധാരണ, ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്റെ പ്രിഫറൻസ് എന്ന് ഇപ്പൊ തീരുമാനിക്കപ്പെടുന്നത്. ആ യൂണിവേഴ്സിറ്റി കട്ട് ഓഫ് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊന്ന് കോഴ്സ് പ്രിഫറൻസ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെയൊക്കെ പ്ലസ് 2 സബ്ജക്റ്റുകളായിട്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഓപ്ഷന്റെ പ്രശ്നമേ ഇല്ല. ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. നമ്മുടെ കട്ട് ഓഫിനനുസരിച്ചായിരിക്കും അഡ്മിഷൻ എന്നുള്ളതാണ്. അപ്പൊ ഏത് കോഴ്സ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടത്, അത് സെലക്ട് ചെയ്യപ്പെടേണ്ടത്, അത് തീരുമാനിച്ചിട്ടാണ് CUTയുടെ വെബ്സൈറ്റ് പിന്നെ NTA വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഏത് സെന്ററിൽ പരീക്ഷ എഴുതണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്, എവിടെയാണ് എന്റെ CUT എക്സാം ഞാൻ എഴുതേണ്ടതെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കപ്പെടണം. 3 കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ആദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്വം. നമുക്കറിയാവുന്ന പോലെ തന്നെ അത്ര വിപുലമായ സാധ്യതകളുമായിട്ടാണ് CUT മുന്നോട്ട് വരുന്നത്. അതിൽ
46 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ 41, ഇന്നലെ 40 41 ആയിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ മാറ്റമുണ്ടോ എന്നുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളൊന്ന് വെബ്സൈറ്റിൽ അറിയും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ 161 ആയിരുന്നു, ഇപ്പൊ 162 ഇപ്പൊ ഞാൻ മോർണിംഗിൽ അത് വെരിഫൈ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. 22 ആകുമ്പോഴേക്ക് അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 10 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നമുക്കറിയാം. നമ്മുടെ ഐക്കർ, അതേപോലെ തന്നെ പിന്നെ സിപ്പറ്റല്ല എന്തായിരുന്നു, പ്ലാസ്റ്റിക് ലെതർ ആൻഡ് പ്ലാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ, 10 സ്ഥാപനങ്ങൾ, ഡീംഡ് യൂണിവേഴ്സിറ്റി 30 സ്ഥാപനങ്ങൾ, അങ്ങനെ ഏകദേശം 289 ഞാൻ ഇന്ന് ഒന്ന് ഫൈനൽ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് കൂടിയിട്ടുണ്ടാവാം മേ ബി. അപ്പോൾ 289 സ്ഥാപനങ്ങളെ ഒറ്റ പരീക്ഷ കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് CUT-യുടെ കാര്യത്തിൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പ്രധാനമായിട്ടുള്ള കോഴ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. വിശദമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എത്ര കോഴ്സുകളാണ് ഇതുമായിട്ട് CUT-യിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നമുക്കറിയാം കാസർഗോഡ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സാണ് അതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു കോഴ്സ് അവിടെ ഉള്ളൂ. എന്നാൽ അതേപോലെ തന്നെ തമിഴ്നാട് യൂണിവേഴ്സിറ്റി 10 കോഴ്സുകൾ, 78 കോഴ്സുകൾ കൊടുത്തിട്ടുള്ള പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികൾ പോലുള്ള സ്ഥാപനങ്ങൾ. ഇതൊക്കെ അതിന്റെ ഒരു ലിസ്റ്റാണ്. ഞാനത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഇങ്ങനെ പോയിട്ട് നമുക്ക് അവിടെ കിട്ടുമോ, ലിങ്ക് കിട്ടുമല്ലോ. അപ്പൊ PDF ഇങ്ങനെ നോക്കിയിട്ട് എത്ര കോഴ്സ് ഉണ്ട് എന്നൊന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഏതൊക്കെ കോഴ്സ് എന്നുള്ളത്. 891 കോഴ്സുകളാണ് ഈ പറയപ്പെടുന്ന 200 ചില്ലാനം യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, 259 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ ലിസ്റ്റിൽ CUT കൊടുത്തിട്ടുള്ളത്, CUT-യിലേക്ക് കൊടുത്തിട്ടുള്ളത് 814. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് JNU, DU 73 കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് വിശദമായിട്ട് നമുക്ക് ഓരോ മേഖലയിൽ ആവശ്യമുള്ളവർ സംസാരിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാമെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ CUT പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഫോർമാലിറ്റീസ് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. എന്നാൽ ആപ്ലിക്കേഷൻ കൊടുത്തത് നമുക്കറിയാം, അഡ്മിഷൻ ടിക്കറ്റ് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കാണ് കിട്ടുന്നത്. ഡേറ്റ് പോകാന്നിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അഡ്മിഷൻ കാർഡ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എക്സാം ഡേ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എക്സാം ഏത് ഷിഫ്റ്റാണെന്ന് നമുക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കണം. എക്സാം സെന്ററിൽ എത്താൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു ഓപ്ഷനും ഇല്ല, നമ്മൾ തന്നെയാണ് ആ പരീക്ഷ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ തന്നെയാണ് അതിന്റെ സൂക്ഷ്മത പുലർത്തേണ്ടത്. മറ്റൊരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ പേര് ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് നമ്മൾ റിസൾട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ സ്കോർ കണ്ടെത്തുന്നുണ്ട്. സ്കോർ എടുത്ത് അതിനനുസരിച്ച് കൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് പിന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിംഗിലും മറ്റുമൊക്കെ നമ്മൾ ഭാഗവത്താറുണ്ട്. ഇങ്ങനെ നീണ്ട 5 സ്റ്റെപ്പുകളിലൂടെ പൂർത്തീകരിച്ചാലാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലാസ് റൂമിലെ ആ പ്രൊഫസറുടെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഡേറ്റുകളാണ്. ഒന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ സബ്മിഷൻ കൊടുക്കാനുള്ള ഡേറ്റ് മാർച്ച് 1-ാം തീയതി മുതൽ മാർച്ച് 22 ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ മാർച്ച് 9 ആയിരിക്കുന്നു. മാർച്ച് 22 രാത്രി 11:50 വരേക്കാണ് സമയമുള്ളത്. നമുക്ക് ഫീ അടക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 23. അതായത് ആപ്ലിക്കേഷൻ കൊടുത്ത ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ഒരു ദിവസം കൂടെ ഫീ പേയ്മെന്റിനുള്ള ഡേറ്റ് ഉണ്ട്. അതിനുശേഷം പിന്നീട് നമുക്ക് 2 ദിവസം നമ്മുടെ കറക്ഷൻസ്, ആപ്ലിക്കേഷൻ കൊടുത്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഏരിയ ആണ്. അത് മാറ്റം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പർ, ഇമെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് വളരെ യൂസ് ഉള്ള, നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണായി മൊബൈൽ നമ്പർ ആയിരിക്കും അതിൽ ഉണ്ടാവേണ്ടത്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇമെയിൽ ID ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. പാസ്വേഡ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ദെൻ നമുക്ക് എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മെയ് 8 മുതൽക്ക് ജൂൺ 1. അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഞങ്ങൾക്ക് പറഞ്ഞത് യൂണിവേഴ്സിറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, 2 കോഴ്സുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, മൂന്നാമത്തേത് ഏത് സിറ്റിയിലാണ് നമ്മൾ എക്സാം ചെയ്തിട്ടുള്ളത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ സിറ്റി ഓപ്ഷന്റെ ഇന്റിമേഷൻ നമുക്ക് വരും അതിൻ്റെ ഇടയ്ക്ക്. അതിനുശേഷം പിന്നീട് ഹോൾ ടിക്കറ്റ് വരും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റെഗുലർ ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത്. CUT എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ട ഒരു സാധനമാണ്. സൈറ്റാണ് CUT.NTA.nic.in എന്ന് പറയുന്നത്. 37 വിഷയങ്ങളിലാണ് ഇപ്രാവശ്യം എക്സാം ഉള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതിൽ 13 ഭാഷകൾ, 23 ഡൊമൈൻ സബ്ജക്റ്റുകൾ, അതായത് 23 സബ്ജക്ട് നമുക്ക് ഈ CUT-യിലെ ഓപ്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെയാണ് അത് ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോ നമുക്ക് പിന്നെ ഇന്റർനാഷണൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കേന്ദ്ര സർവകലാശാല കാസർഗോഡ്, കേരള സർവകലാശാല,
3 ടെസ്റ്റുകളും പറയുന്നുണ്ട്. ലാംഗ്വേജ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ സബ്ജക്ട് ഡൊമൈനിൽ പൊളിറ്റിക്കൽ സയൻസ് പറയുന്നുണ്ട്, ദെൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 3 സബ്ജക്റ്റും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ആ കോഴ്സാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏത് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ 3 ടെസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. പറഞ്ഞാൽ 5 ടെസ്റ്റാണ് ഒരാൾക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ജനറൽ ടെസ്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. ലാംഗ്വേജ് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അത് സെലക്ട് ചെയ്യപ്പെടാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. ദെൻ അതേപോലെ തന്നെ സബ്ജക്ട് നമ്മൾ ആർട്സ് ആണെങ്കിൽ ഏത് ആർട്സ് സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിലെ ഈ ഡൊമൈനിൽ വരുന്നത്, സയൻസ് ആണെങ്കിൽ ഏത് സയൻസ് സബ്ജക്റ്റ് ആണ് ഡൊമൈനിൽ വരുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലത് BSc BA എന്നൊക്കെ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ അവർ ചിലപ്പോൾ 3 സബ്ജക്റ്റുകളൊക്കെ പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റികൾ ചില യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് പോകുമ്പോൾ അതിന് അവർ നമ്മളെ അപ്പിയർ ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ചിലപ്പോൾ 3 എന്നൊക്കെ പറയുന്നുണ്ട്. PCM PCB പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ 13 ഭാഷകളിൽ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിന് മലയാളം അടക്കമുള്ള 13 ഭാഷകളിലുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാ സെന്ററുകളിലും ഉണ്ട്. പക്ഷെ മറ്റ് പ്രാദേശിക ലാംഗ്വേജുകൾ ആ സ്റ്റേറ്റുകളിലാണ് അവൈലബിൾ ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഷ ഒരു പ്രധാനപ്പെട്ടതാണ്, സെലക്ട് ചെയ്യുന്ന സിറ്റി ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടൂടെ നമുക്ക് സംസാരിക്കുന്നില്ല. എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ 3 ഡൊമൈനിനും വരുന്ന സിലബസ് കൃത്യമായിട്ട് നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെയാണ് ടെസ്റ്റ് പേപ്പറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അത് നമ്മുടെ +2 ഓപ്ഷൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് പുറത്ത് നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് സയൻസ് പഠിച്ചിട്ട് ഇതിലേക്ക് വരണമെങ്കിൽ, കൊമേഴ്സിലേക്ക് വരണമെങ്കിൽ അതും ചെയ്യാം എന്നുള്ള പ്രത്യേകതയുണ്ട്. ദെൻ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ 50 ആണ്. 60 മിനിറ്റ് ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഏത് ഷിഫ്റ്റ് ആണ് എന്നുള്ളത് 3 ഷിഫ്റ്റുകളിൽ ഏത് ഷിഫ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ആ ഷിഫ്റ്റിൽ നമ്മളുടെ രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടുള്ള അതേ സിസ്റ്റത്തിൽ ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറയാം. 90 പേജുള്ള ഇതിന്റെ നമ്മുടെ CUT ബുള്ളറ്റിൻ ഉണ്ട്, അത് അവൈലബിൾ ആണ്. ഒന്ന് എല്ലാവരും നിർബന്ധമായിട്ടൊന്ന് വായിക്കുക. ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ജനറൽ കാറ്റഗറിയിലെ 3 സബ്ജക്റ്റുകൾക്കാണ് ഫീസ് ഉള്ളത് 1000. പിന്നെ നമ്മൾ 2 സബ്ജക്റ്റ് കൂടെ എഴുതാൻ പറ്റും. അപ്പൊ അതിന് എക്സ്ട്രാ 400 വെച്ചിട്ട് ഓരോ സബ്ജക്റ്റ്. അപ്പോൾ 5 സബ്ജക്റ്റ് എഴുതുന്ന ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിൽ 1800 രൂപയാണ്. പ്ലസ് ചില ബാങ്കുകൾ GST അതേപോലെ തന്നെ അതിന്റെ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടക്കേണ്ടി വരും. OBC 900 375 രൂപ അഡീഷണൽ പേപ്പറുകൾക്ക്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ, അതേപോലെ തന്നെ SC ST പോലുള്ള സംഖ്യ 800 350. പുറത്ത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ സെന്റർ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു കുട്ടിയാണ് പിന്നെ എഴുതുന്നതെങ്കിൽ 4500 രൂപയാണ് 3 പേപ്പറുകൾക്ക്. പിന്നീട് അഡീഷണൽ വരുന്ന ഓരോ പേപ്പറിനും 1800 രൂപ. ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റിസർവേഷൻ കാറ്റഗറി ഒരു ഓൾറെഡി നമുക്കറിയാവുന്ന റിസർവേഷൻ ക്രൈറ്റീരിയ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു നാഷണൽ എക്സാം എന്നുള്ളതൊക്കെ പറയുന്ന എല്ലാ റിസർവേഷൻ ക്രൈറ്റീരിയയും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റുകളാണ്. അതിലൊന്ന് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 80% ഫേസ് കാണണം എന്നുള്ളതാണ്. ചെവി അടക്കം കാണേണ്ടതുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് പറയുന്ന 10-200 KB വരേക്കുള്ള ഒരു ഫയലായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. JPG ഫോർമാറ്റ് ആയിരിക്കണം. സിഗ്നേച്ചർ നമുക്ക് വൈറ്റ് പേപ്പർ ഒപ്പിട്ടുകൊണ്ട് JPG ഫോർമാറ്റിൽ 40-30 KB വരേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ 10th-ന്റെയും 12th-ന്റെയും അതേപോലെ തന്നെ ഒരു ആധാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ID കാർഡ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ ഏത് കാറ്റഗറിയിൽ കൊടുക്കുന്നു അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും റിസർവേഷൻ ക്രൈറ്റീരിയയിലുള്ളവരാണെങ്കിൽ അങ്ങനെ, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പാസ്പോർട്ട് വേണം. സ്പോർട്സ് കോട്ടയിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റുകൾ അതിലുണ്ടായിരിക്കും. ജമ്മു ആൻഡ് കാശ്മീരിന്റെ പിന്നെ നമുക്ക് ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയിട്ട് കോമ്പറ്റീറ്റീവ് അതോറിറ്റി ഇതെല്ലാം നമ്മുടെ കയ്യിൽ എക്സാമിന് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടായിരിക്കണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഓൺ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. 13 ലാംഗ്വേജുകൾ നമ്മൾ പറഞ്ഞത് ഈ ലാംഗ്വേജുകളൊക്കെയാണ്. ഓക്കെ, വിശദമായിട്ട് നമ്മൾ അത് ആ രീതിയിൽ പറയേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ 17 സെന്ററുകളാണ്. ലക്ഷദ്വീപ് അടക്കം മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന 17 സെന്ററുകളാണ്. ഓരോ ജില്ലകൾക്കും സെന്ററുകളുണ്ട്. അപ്പൊ അതൊന്ന് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. 4 സിറ്റികളാണ് മാക്സിമം കൊടുക്കാൻ പറ്റുക. അപ്പൊ ഏതൊക്കെ സിറ്റിയിൽ, കാരണം ഒരു സിറ്റിക്ക് വേണ്ടി കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ അത് MT ആണ് തീരുമാനിക്കുന്നുണ്ട് അത് എവിടെ കൊടുക്കണമെന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത 2ാമത്തെ ഓപ്ഷൻ കൊടുത്താൽ അവിടേക്കായിരിക്കും നമുക്ക് പോകും. കൊടുക്കുന്ന സിറ്റികൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതിന്റെ കോഡ്, യൂണിവേഴ്സിറ്റി കോഡ്, സബ്ജക്ട് കോഡ് ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 13 ലാംഗ്വേജസ് ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 23 ഡൊമൈൻസ്, സബ്ജക്ട് ഡൊമൈനുകൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ, ആന്ത്രപ്പോളജി, ബയോളജി, ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി, എൻവയോൺമെന്റ് സ്റ്റഡീസ്, ഇങ്ങനെ ഹിസ്റ്ററി, ഹോം സയൻസ്, ഈ മേഖലകളാണ്. ഓരോ ഡൊമൈനും
അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഡൊമൈൻ യൂണിവേഴ്സിറ്റി റിക്വയർമെന്റ് അനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്തേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ദെൻ അതേപോലെ തന്നെ രജിസ്ട്രേഷന് 4 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ, നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അത് വെച്ചിട്ട് നമ്മൾ പിന്നീട് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും അക്കാഡമിക് ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കേണ്ടതുണ്ട് ആപ്ലിക്കേഷനിൽ. ദെൻ അതിനുശേഷം 3-ാം ഘട്ടമാണ് നമുക്ക് ഫീ അടക്കുക എന്നുള്ള ഘട്ടം. ഓൺലൈൻ ട്രാൻസാക്ഷനായിട്ട് ഫീ അടക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. കൺഫർമേഷൻ കൊടുത്ത് നമ്മൾ അതിന്റെ പ്രിന്റ് ഔട്ട് കീപ്പ് ചെയ്യണം. എവിടേക്ക് അയക്കേണ്ടതില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ പ്രിന്റ് ഔട്ട് കയ്യിൽ എടുത്ത് വെക്കണം എന്നുള്ളതാണ്. LTA അയക്കുകയോ പോസ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട എന്ന് പ്രത്യേകം. അപ്പോൾ 4 സ്റ്റെപ്പുകളായിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉള്ളത്. നമ്മൾ വെബ്സൈറ്റ് തുറക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞ പുതിയൊരാൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അയാളുടെ യൂസർ നെയിം പാസ്വേഡും അതിന് നേരത്തെ പറഞ്ഞ മൊബൈൽ ID, ഇമെയിൽ ID പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. എന്നാൽ അതിനുശേഷം പിന്നീട് നമ്മൾ ആ പാസ്വേഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുക. മെയിൽ ID യിലേക്ക് വരുന്ന പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ 2-ാം ഘട്ടത്തിലേക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊടുക്കണം. യൂണിവേഴ്സിറ്റി, സിറ്റി, സബ്ജക്ട് സെലക്ഷൻ ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇനി നിലവിൽ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അവർ നേരെ ലോഗിൻ ആയിട്ട് 3-ാമത്തെ ഘട്ടത്തിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, എക്സാമിന്റെ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്കുള്ളത്. ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കാണുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ 1 മാർക്ക് കുറയും. അങ്ങനെ 250 മാർക്കാണ് 60 മിനിറ്റിന്റെ 50 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു പേപ്പറിന് കിട്ടുക. അങ്ങനത്തെ 5 ക്വസ്റ്റ്യനുകൾ 5 പേപ്പറുകൾ നമുക്ക് എഴുതാം. 1250 ആയിരിക്കും നമ്മുടെ കട്ട് ഓഫ്. അപ്പോൾ ഒരു കാര്യം കട്ട് ഓഫിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പേപ്പർ കൂടെ നമ്മുടെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ഓഫ് ഹൈ ആവും എന്നുള്ള സൗകര്യമുണ്ട്. ടോട്ടൽ കട്ട് ഓഫുകൾ ചിലത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റികൾ പരിഗണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സബ്ജക്റ്റിന് വേണ്ടിയുള്ള കട്ട് ഓഫിലല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ തരം മാർക്ക് സ്കീം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ ലാംഗ്വേജ് കോഡുകളാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. സ്പെസിഫിക് ഡൊമൈൻ കോഡുകൾ നമ്മൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെച്ചു എന്നുള്ളൂ. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ചാലഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രൈബിനെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. NTA 2 ദിവസം മുമ്പ് വരെ അറിയിക്കണം. അതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഹോളിലേക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് നമ്മുടെ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. പേന, അതേപോലെ ഫുഡ് ഐറ്റംസ് എടുക്കാൻ പറ്റില്ല, ഡിവൈസുകൾ എടുക്കാൻ പറ്റില്ല, അതൊന്ന് വിശദമായിട്ട് വായിക്കുക. ദെൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ആൻസർ കീ ചാലഞ്ച്. നമ്മൾ എഴുതിയ ആൻസറിൽ എന്തെങ്കിലും എഴുതിയതിലല്ല അവർ കൊടുത്ത ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാം. ഒരു ക്വസ്റ്റ്യന് 200 രൂപയാണ്, റീഫണ്ടബിൾ അല്ല. അത് കൃത്യമായ തെളിവോടും കൂടെ നമ്മൾ കൊടുത്താൽ അത് അവർ വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് നമുക്കെന്നല്ല പൊതുവായിട്ട് അത് അവൈലബിൾ ആക്കാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്, എക്സാമിന് പറ്റാത്ത കുറെ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് നമുക്ക് ബുള്ളറ്റിൻ കാണിച്ചു തരുന്നു. കൃത്യമായ ഡ്രസ് കോഡ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ഡ്രസ് കോഡുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് കൊടുത്ത് അതിന്റെ ചെക്കിംഗ് എല്ലാം കഴിയേണ്ടതുണ്ട്. അത് ഹറിബറിയാക്കി അവിടെ പോയിട്ട് എനിക്ക് ഇതിന്റെ മതപരമായിട്ട് വിശ്വാസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡയബറ്റിക് രോഗികളൊക്കെ ആണെങ്കിൽ ആവശ്യമായ വെള്ളം എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ അതൊക്കെ നേരത്തെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സിലബസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് ലാംഗ്വേജസിൽ നമുക്ക് കാണാൻ പറ്റുന്ന നറേറ്റിവിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, വൊക്കാബുലറി ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. പക്ഷേ ഡൊമൈൻ സ്പെസിഫിക്കിൽ ഓരോന്നിനും ഓരോ സബ്ജക്റ്റിന്റെയും വിശദമായിട്ടുള്ള സിലബസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ജനറൽ നോളജിന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെന്റൽ എബിലിറ്റി, നമുക്ക് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അടക്കമുള്ള സാധനങ്ങളാണ് വരുന്നത്. ഞാൻ ചില സബ്ജക്റ്റുകളിലേക്ക് മാത്രം സിലബസ്, ആർട്സിന് വേണ്ടി ഹിസ്റ്ററിയുടെ സിലബസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. then അതേപോലെ തന്നെ കൊമേഴ്സിന് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റഡീസിന്റെ സിലബസ് മോഡൽ എടുത്തതാണ്. then അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് വിത്ത് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ കോഴ്സുകളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. എല്ലാം സിലബസ് അവൈലബിൾ ആണ് നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 മിനിറ്റ് കൊണ്ട് ആണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ട് ചില പുസ്തകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സബ്ജക്റ്റിനും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാനിന്ന് സൂചിപ്പിക്കുകയാണ്. അതിന്റെ പ്രിപ്പറേഷൻ നന്നായിട്ടുണ്ടാവണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ദെൻ സയൻസ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് CUT വെബ്സൈറ്റുകൾ പബ്ലിക്കല്ല, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടക്കുന്ന സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചില ബുക്കുകളുടെ പേരുകളാണ്. ബയോളജിക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റു എല്ലാ സ്റ്റഡികൾക്കും വേണ്ടിയിട്ടാണ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയ 2, 3, 4 ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. ഒരു ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ വ്യത്യാസം ഉണ്ടാവും. അതിന് പിന്നെ ടോട്ടൽ എഴുതിയിട്ടുള്ള ആളുകളുടെ മാർക്ക് വെച്ച് കട്ട് ഓഫുകളൊക്കെ ആവറേജ് കൂട്ടിയിട്ടാണ് പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കട്ട് ഓഫ് സ്കോർ വരുന്നുണ്ടാവുക. അപ്പോൾ സ്കോർ വന്നതിന് ശേഷം പിന്നീട് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ അപ്ഡേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓരോ യൂണിവേഴ്സിറ്റികളും എത്ര സീറ്റുകളാണ് ഡിഗ്രിക്കുള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കണക്കുകളാണിത്. അപ്പോൾ ഇതിലൊക്കെ സാധ്യതകൾ നമുക്കുണ്ട്.
നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രം 44 നോക്കണ്ട, നല്ല ക്വാളിറ്റിയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, കിഡ്സ് വേൾഡ്, ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ, കമ്മിറ്റി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്ഥാപനങ്ങൾ നോക്കുക. അങ്ങനത്തെ സ്ഥാപനങ്ങളുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, നല്ല യൂണിവേഴ്സിറ്റികൾ, നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഈ സ്വപ്നത്തിനോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം. ഒരിക്കലും ഒരു പിന്തി ചെയ്ത് ഓൾ അവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ ഇഫ് യു ഹാവ് ദി കറേജ് ടു പെർസ്യൂ ദം. നമുക്ക് സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തോടു കൂടെ ഉറങ്ങാനും, ആ സ്വപ്നത്തോടു കൂടെ എണീക്കാനും, ആ സ്വപ്നത്തോടു കൂടെ കഴിക്കാനും, ആ സ്വപ്നത്തോടു കൂടെ നടക്കാനും, ആ സ്വപ്നത്തോടു കൂടെ ഇരിക്കാനും, ആ സ്വപ്നം ഉപേക്ഷിക്കാണ്ട് മുന്നോട്ട് പോകാനും സാധിച്ചാൽ തീർച്ചയായിട്ടും നാളെ കേരളത്തിന് അഭിമാനമായി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഭിമാനത്തോടുകൂടെ ഒരു ഡിഗ്രി പൂർത്തീകരിച്ച്, PG പൂർത്തീകരിച്ച്, PhD പൂർത്തീകരിച്ച് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രൊഫസറായി മരണം വരേക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായി നാളെയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ എന്റെ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയത്തെ എന്നെ ക്ഷമയോട് കേട്ട എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ക്വയറീസിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് സംഘാടകർ അനുവദിക്കുന്നുണ്ട്. കാരണം നമുക്ക് 10 മണിയാണ് പറഞ്ഞിരുന്നത്. അനുവദിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ എടുത്ത് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞ്, അതല്ലെങ്കിൽ സിജിയുടെ എക്സ്പേർട്ട് ചെയ്തിട്ടുള്ള പാനൽ ഇതിലുണ്ട്, എല്ലാവരും ഉണ്ട്, അടക്കമുള്ളവരുണ്ട്, അവർ എനിക്ക് മറുപടി തരുമെന്ന വിശ്വാസത്തോടുകൂടെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ ആണല്ലോ അല്ലേ? സർ നമുക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ടോക്ക് അല്ല, ഇതിൽ ഫൈനൽ എന്ന് പറയുന്നത്. ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ പറയാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സർ നമുക്ക് ഗൂഗിൾ ഫോമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വായിക്കുമോ? ഞാൻ വായിക്കാം. ഓക്കെ സർ, ഒരാൾ ചോദിച്ചത് ഡു യു പ്രൊവൈഡിങ് CUET ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചില ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അത് നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് നല്ല സ്ഥാപനങ്ങളും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ CUETക്ക് വേണ്ടിയിട്ട് ചില പിന്നെ ഏജൻസികൾ, ഗവൺമെന്റ് ഏജൻസികൾ ഇപ്പോൾ ഷെഡ്യൂൾ കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ നേരിട്ട് നടത്തുന്നില്ല കേട്ടോ, നേരിട്ട് നടത്തുന്നില്ല. നമ്മുടെ സൗഹൃദത്തിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പിന്നെ പ്രധാനമായിട്ടുള്ള എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും CUETയുടെ പിറകെ തന്നെ ഉണ്ടല്ലോ. നല്ലത് ഓപ്റ്റ് ചെയ്യുക, നല്ല റിസൾട്ട് ഉള്ളതിന് ഓപ്റ്റ് ചെയ്യുക, നല്ല ക്വാളിറ്റി ഉള്ളതിന് ഓപ്റ്റ് ചെയ്യുക, ഫീസ് കൊടുക്കുന്നതിന് മുതലാക്കി എടുക്കുക കേട്ടോ. സർ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഗ്രി കോഴ്സുകൾ വർഷത്തേക്ക് മാറുമ്പോൾ പിന്നെ കേന്ദ്ര യൂണിവേഴ്സിറ്റി 4 വർഷത്തേക്ക് മാറുമ്പോൾ കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ UG കോഴ്സുകൾ 3 വർഷത്തേക്ക് മാറ്റമില്ലാതെ തുടരുന്നത് ബുദ്ധിമുട്ടുണ്ടാകുമോ? അല്ല, പുതിയ പിന്നെ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മാറും കേട്ടോ. എല്ലാം 4 ഇയറിലേക്ക് മാറി. ഇനി കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ അങ്ങനെ 3 ഇയറിലേക്ക് പോകില്ല. ഇപ്പൊ നിലവിലുള്ള ബാച്ചല്ലേ പോകുള്ളൂ. ഓക്കെ, ആദ്യത്തെ ചേഞ്ച് ഉണ്ടാവുക സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അതുകൊണ്ട് ആ ചേഞ്ചസിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്തായാലും പോകുന്നുണ്ടാവും. Sir, അടുത്തത്, to get a degree in BA English, which university is the best and which subject should I take in 11th aiming to crack CUET? Sir, a voice. സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് പിന്നെ യൂണിവേഴ്സിറ്റിയാണ് ഇംഗ്ലീഷ് നല്ലതെന്ന് ചോദിച്ചു. പിന്നെ എന്തോ ചോദ്യം കൂടെ വന്നല്ലോ. In BA English, which university is the best? അത് കഴിഞ്ഞിട്ടുള്ളതാണ്. And which subject should I take in 11th aiming to crash CUET? ഓക്കെ, 2 കാര്യങ്ങളാണുള്ളത്. പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഫിലോ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റികളൊക്കെ നല്ല ഓപ്ഷനുകളായിട്ട് നമുക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ,
ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് JNU ഒക്കെ നല്ല ഡിപ്പാർട്ട്മെന്റുകളാണ്. ജാമ്യയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കുഴപ്പമില്ലാത്ത ഡിപ്പാർട്ട്മെന്റാണ്. അത് നമ്മുടെ ഓപ്ഷനാണ്. നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് പേ ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ. ദെൻ പിന്നെ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട +2 നമ്മൾ +1 ഞാൻ ഏത് സെലക്ട് ചെയ്യണം. അത് സ്വാഭാവികമായിട്ടും പിന്നെ ആർട്സ് സബ്ജക്റ്റുകളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതല്ലേ ബെറ്റർ. അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങനെ സ്കിപ്പ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. Sir, please explain about agricultural engineering. ഞാൻ അതിനെക്കുറിച്ച് എന്താ ഇവിടെ പറയേണ്ടത്? ആ കോഴ്സിനെ കുറിച്ചാണോ പറയേണ്ടത്? CUT-യിലുള്ള ഓപ്ഷനെ കുറിച്ചാണോ പറയേണ്ടത്? അയക്കടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് പിന്നെ റിക്രൂട്ട്മെന്റ് ഉണ്ട് CUT-യിൽ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന്റെ ഏത് ലെവലിലാണ് എനിക്ക് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു കോണ്ടാക്സിൽ അത് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യൂ. ആ ചോദ്യം എടുത്ത ആളുകൾ എന്റെ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ. സർ, അടുത്ത ജമ്മു പോലുള്ള നോർത്ത് സ്റ്റേറ്റുകളിലെ ക്യാമ്പസുകൾ സുരക്ഷിതമാണോ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യയിലെ ക്യാമ്പസുകൾക്ക് അത്ര അപകടാവസ്ഥയൊന്നും ഇല്ല. നമ്മൾ കേൾക്കുന്ന പോലെ കേരളത്തിൽ നമുക്കെല്ലാം സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് നമ്മൾ മാധ്യമങ്ങളിലൂടെ അത് വലിയ, എന്നാൽ ചില സുരക്ഷിത ബോധം ഉണ്ടാക്കേണ്ട സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അക്കാഡമിക്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള സംഗതികളാണ്, സുരക്ഷിതമാണ്. അത്തരം ചർച്ചകളിലേക്ക് പോയി നമ്മളുടെ ലക്ഷ്യങ്ങളെ വിട്ടുപോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ. ഏറ്റവും കുലങ്കഷമായിട്ടുള്ള ഒരു സമയത്ത് ഡൽഹിയിൽ പോയി പഠിച്ച ഒരാളാണ്. ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നതാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴൊക്കെ. കേരളത്തില് പിന്നെ ഒരു ഘട്ടത്തില് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ മലയാളികളുടെ ഒരു കുത്തക ഉണ്ടായിരുന്നു. CUT വന്നപ്പോൾ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. അത് ഡൽഹിയിലാണെങ്കിലും നോർത്തേൺ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെയാണ്. ഇപ്പോൾ ആദ്യം ഈ ഡൽഹി അല്ലെങ്കിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു കുട്ടികൾ കൂടുതൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റികൾ, പഞ്ചാബിലെ യൂണിവേഴ്സിറ്റികൾ, ഈവൻ കാശ്മീരിലെ യൂണിവേഴ്സിറ്റികൾ അടക്കം ഇപ്പോൾ കുട്ടികളുടെ മൈഗ്രേഷൻ ഉണ്ടാവുന്നു എന്ന് വളരെ പോസിറ്റീവ്. അതുകൊണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസൊന്നും ഒരു കൺസേൺ അല്ല, സുരക്ഷിതമാണ്. പിന്നെ ചിലത് സംഗതി ഇപ്പോൾ ഒക്കേഷനിൽ എന്തെങ്കിലും ഹാപ്പണിങ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അത് നമ്മളുടെയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ നിർഭാഗ്യമെന്നല്ല. Sir, is ACCA or CMA a good career option? ACCA CMA കരിയർ ഓപ്ഷന് കൃത്യമായിട്ട് പറയാനുള്ള സെഷനുകൾ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ. അത്തരം സെഷനുകൾ നമ്മൾ സൺഡേ കരിയറിൽ തന്നെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്ക് അത് കൊണ്ടുപോകാം. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് അത്തരം ഈ ഒരു സബ്ജക്റ്റിന് പുറത്തുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സിജിയുടെ കരിയർ ടീമിനെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. മലപ്പുറം ജില്ലക്കാർക്ക് ഇവിടെ മലപ്പുറത്ത് കുന്നമ്പലിൽ സിജിയുടെ ഓഫീസുണ്ട്. കോഴിക്കോട് ജില്ലക്കാർക്ക് ചേവായൂര് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ചേവായൂരാണ് സിജിയുടെ HQ ഉള്ളത്. 24 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ സൗകര്യം, മീൻസ് ഓഫീസ് ടൈമിന്റെ നിങ്ങൾക്ക് കൗൺസിലേഴ്സിനെ കിട്ടും. അവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ചോദിക്കാം, വിളിച്ച് ചോദിക്കാം. സിജിയുടെ കരിയർ വിങ്ങിന്റെ നമ്പർ ഇവിടെ പോസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ സൗകര്യം. ഓക്കെ, ഞാൻ കൊടുക്കാം. വിച്ച് ബുക്ക് ഈസ് പ്രിഫറബിൾ ഫോർ CUET എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സബ്ജക്ട് ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ബുക്കുകളുടെ പേര് ഇവിടെ പറഞ്ഞല്ലോ. അത് സബ്ജക്ട് ബേസ് ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്. അത് ഹ്യൂമൻ പോലുള്ള പബ്ലിക്കേഷൻസ് നല്ല പുസ്തകമുണ്ട്. പിന്നെ ഇതിനൊക്കെ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടേതായിട്ടുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. സബ്ജക്ട് നോളജ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സബ്ജക്റ്റിനനുസരിച്ചുകൊണ്ടേ നമുക്ക് റെക്കമെൻഡേഷൻ പറയാൻ പറ്റും. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് CUET എളുപ്പമാവുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സയൻസ് സബ്ജക്റ്റുകളിൽ കുറച്ചും കൂടി ഈസി ആവും എന്നുള്ളതാണ്. CUT ഒരു നീറ്റ് പോലുള്ള കോമ്പറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും CUT എക്സാമുകളിൽ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെയാണോ ക്വസ്റ്റ്യൻ? പിന്നെ സർ, ആർ ദർ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് എന്ന് ചോദിച്ചു. ക്യാമ്പസ് പ്ലേസ്മെന്റ് എവിടെയാ? ഏത് ക്യാമ്പസിലാ? ധാരാളം ക്യാമ്പസുകളല്ലേ. ഞാനീ പറഞ്ഞ 300-ലധികം സ്ഥാപനങ്ങള്, നല്ല പ്ലേസ്മെന്റ് ഉള്ള സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. JNU നമുക്ക് എടുക്കുന്ന ഉദാഹരണമാണ്. DU നമുക്ക് എടുക്കാവുന്ന ഉദാഹരണമാണ്.
ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നമുക്ക് എടുക്കാവുന്ന ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇപ്പൊ ചിറ്റ്സ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. റൈറ്റ്. അപ്പോൾ പ്ലേസ്മെന്റ് ഡ്രൈവുകൾ നടക്കുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നല്ല പാക്കേജുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാളിറ്റി ഉള്ള സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ നമ്മൾക്കും ക്വാളിറ്റി ഉണ്ടാവും, നമ്മൾ എടുക്കുന്ന ആളുകൾക്കും ക്വാളിറ്റി ഉണ്ടാവും, നമ്മൾക്ക് കിട്ടുന്നതിനും ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് ഒരു ടെൻഷനേ വേണ്ട. കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം ബികോം ഓണേഴ്സ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ബികോം ഓണേഴ്സിന് നല്ല സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. CUT-യുടെ ഇപ്പോ CUT-ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെ എപ്പോഴും പറയാറുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്ന DUവിന്റെ കീഴിലുള്ള ശ്രീരാം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നല്ല ഒരു ഓപ്ഷനാണ് കൊമേഴ്സ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ശ്രീരാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമുക്ക് നല്ല കട്ട് ഓഫ് ആണ്. ഓക്കെ. ഡൽഹി യൂണിവേഴ്സിറ്റി നല്ലൊരു ഓപ്ഷനാണ്. മറ്റു യൂണിവേഴ്സിറ്റികൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഡിപ്പാർട്ട്മെന്റുകൾ നല്ല ഓപ്ഷൻ, നല്ല ഫാക്കൽറ്റീസ് നമുക്ക് നമ്മളുടെ ഏരിയ, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ മാത്രം പോരില്ല, കൊമേഴ്സിന്റെ ഏത് ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ആളുകളുള്ള ഡിപ്പാർട്ട്മെന്റുകളും അതിന് നല്ല റിസർച്ച് കപ്പാസിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റുകളോ ഔട്ട്കം ഉള്ള ഡിപ്പാർട്ട്മെന്റുകളോ സെലക്ട് ചെയ്യും. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ലതായിരിക്കാം യൂണിവേഴ്സിറ്റിയേക്കാൾ കൂടുതൽ. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മേഖല നല്ലതായിരിക്കും, കാരണം അവിടെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ ഏരിയയിൽ നല്ല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ജനറലി അല്ല നമ്മൾ നോക്കേണ്ടത് എന്ന് പ്രത്യേകം പറയണം. ഓരോ മേഖലകൾ, ഓരോ സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു വിഷയവും തെരഞ്ഞെടുക്കുന്നത്. സർ, അടുത്തത് EFLU ഫ്രഞ്ച് CUET വഴി ആണോ അഡ്മിഷൻ എടുക്കുന്നത്? ഏതാണ്? EFLU, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഇഫ്ലുവിന്റെ കോഴ്സുകൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കൊടുക്കുന്നത് ലാംഗ്വേജസിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഒക്കെ CUT-യിൽ തന്നെ കൊടുക്കുന്നുണ്ട്, CUT-യിൽ കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റ് ഇതിലുണ്ട്. ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ഫ്രഞ്ച്, പേർഷ്യ, അറബി, വിദേശ സംഗതികളെല്ലാം അതിലുണ്ട്. ഫ്രഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. ആ ലിസ്റ്റ് ഒന്ന് നോക്കാം, കോഴ്സിന്റെ ലിസ്റ്റും ഉണ്ട്. ആ ലിസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. സർ, ഇപ്പോൾ CUT വഴി മാത്രമാണോ രജിസ്ട്രേഷൻ ഉള്ളൂ? അതിന് ഏതൊക്കെ വിഷയങ്ങൾ സെലക്ട് ചെയ്യാം? ഐക്കറിന്റെ സബ്ജക്റ്റുകൾ, CUT ലിങ്ക് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ലിസ്റ്റ് കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പേര് കാണും. ആ യൂണിവേഴ്സിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PDF ഫയലിലേക്ക് പോകും. ആ PDF ഫയലിൽ ആ യൂണിവേഴ്സിറ്റി CUT-യിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള എക്സാമുകൾ ഏതൊക്കെയാണ്, അതിന് ഏതൊക്കെ എക്സാമുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഡൊമൈനിൽ, ലാംഗ്വേജ്, സബ്ജക്ട് ഡൊമൈന്, അതേപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതിൽ ഏതൊക്കെ ടെസ്റ്റാണ് നമ്മൾ എഴുതേണ്ടത്, ആ ടെസ്റ്റുകൾ നമുക്ക് വേണ്ടത് എന്നൊക്കെ അതിൽ കൃത്യമായിട്ട് ഉണ്ട്. ഓക്കെ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്യണേ. ഇത് 13 ആ ഒരു എഫ്ലുവിന്റെ കാര്യം ചോദിച്ച കുട്ടി എന്നെ ചോദിച്ചത് 13 ലാംഗ്വേജ് ആയി ചുരുങ്ങിയപ്പോൾ ഫ്രഞ്ച് കാണുന്നില്ല, ഇന്ത്യയിലുള്ള ലാംഗ്വേജസ് മാത്രമേ കാണുന്നുള്ളൂ. അതിനാണ് അത്ര ലാംഗ്വേജസുകൾക്കാണ് പിന്നീട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവർ പരിഗണിക്കുന്നത് കേട്ടോ. മാറ്റി നിർത്തപ്പെട്ട ലാംഗ്വേജുകളിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഫ്രഞ്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പോവുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ PDF എടുക്കുക. അപ്പൊ അതിൽ ഫ്രഞ്ചിന് വേണ്ടിയിട്ട് അവർ പറയുന്ന 2 ടെസ്റ്റുകൾ ഉണ്ടാവും, ലാംഗ്വേജ് ടെസ്റ്റ്, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പൊ ജസ്റ്റ് ആ ഒരു PDF-ലേക്ക് ഒന്ന് എൻ്റർ ചെയ്താൽ കിട്ടാവുന്നത്. ഞാൻ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കത് സൈറ്റിൽ കയറിയിട്ട് എടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. CUET എഴുതി BTech CS എടുക്കാൻ പറ്റുമോ? ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് BTech CS ഉണ്ട് എന്ന് പറയാമോ? BTech CS വരുന്ന യൂണിവേഴ്സിറ്റികളെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അവരോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയുക. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എഞ്ചിനീയറിംഗ് ലിസ്റ്റ് എത്ര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. മുഹമ്മദ് ഷാനിലാണ് ചോദിച്ചത്. സാറിന്റെ കോൺടാക്ട് നമ്പർ ഇതിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യുക, ലിസ്റ്റ് നമുക്ക് എടുത്തിട്ട് ഫൈനൽ ചെയ്യും. ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ സമയത്തിന്റെ പ്രശ്നം. NCC ഉള്ളവർക്ക് കൺസെഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. CUT-യിലാ?
CUT-യിൽ ഇപ്പൊ നിലവിൽ പറയുന്നില്ല. ഓക്കെ, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് പിന്നീട് ഉപയോഗപ്പെടുത്തുന്നു. അഡ്മിഷൻ പ്രൊസീജിയർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ. യൂണിവേഴ്സിറ്റി കൗൺസിലിംഗ് ഇത് വരുമ്പോഴേ അഡ്മിഷൻ കൗൺസിലിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സർ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഓക്കെ. ലാസ്റ്റ് വന്ന് ശ്രീറാം കോളേജിൽ ബികോം ഹോണേഴ്സ് സബ്ജക്ട്സ് ഏതാണ് പഠിക്കേണ്ടത്? ഏതാണ് പഠിക്കേണ്ടത്? ബികോം ഓണേഴ്സിലോ? അതെ, ബികോം ഓണേഴ്സ് ശ്രീറാം കോളേജിൽ ബികോം ഓണേഴ്സ് പഠിക്കേണ്ടത് നമുക്കൊരു പിന്നെ +2 കൊമേഴ്സ് എടുത്താൽ മതി. +2 കൊമേഴ്സ് എടുത്തിട്ട് CUT ഫോക്കസ് ചെയ്യാലോ, അതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ നമുക്ക് +2 ബേസിലല്ലല്ലോ. സയൻസ് എടുത്ത ഒരാൾക്ക് വേണമെങ്കിൽ അതിലോട്ട് പോകാം. ഓക്കെ, CUT എൻട്രൻസിന്റെ മാർക്കായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ഓക്കെ ആണോ? സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പ്ലീസ്. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്. ഞാനുൾപ്പെടെ എൻ്റെ ക്ലാസ്സിലെ മെജോറിറ്റി ആളുകളും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നീറ്റ് അല്ലെങ്കിൽ JEE എന്നുള്ള ആ ഒരു മോഡലാണ് എല്ലാവരും. അപ്പോൾ Yes. CUT അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും പെട്ടെന്ന് ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ Yeah. നമുക്ക് ധൈര്യത്തിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും പറയാറുള്ളത് നമ്മളുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഒരു ഘടകമാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കിയാൽ നമുക്ക് സബ്ജക്റ്റിൽ സ്കില്ലുള്ളതാണെങ്കിൽ, നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, മറ്റുള്ളവരുടെ അഭിപ്രായത്തിനല്ല നമ്മൾ ജീവിക്കേണ്ടതെന്ന് ബഹുമാനത്തോടു കൂടെ അവരെ ബോധ്യപ്പെടുത്തുക. നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത എത്രയോ കുട്ടികൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അവർ താല്പര്യം അതല്ല. കൗൺസിലിംഗ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകൾ വരാറുണ്ട്. കുട്ടിയുടെ താല്പര്യവും പാരൻസിന്റെ താല്പര്യവും വളരെ വ്യത്യസ്തമായിട്ട് വരുന്നതൊക്കെ വലിയ അപകടമാണ് പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് CUT എഴുതി ഈ സബ്ജക്റ്റുകളിൽ ഇപ്പോൾ കെമിസ്ട്രി, BSc കെമിസ്ട്രിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരാളായി കഴിഞ്ഞാൽ, നല്ല റിസർച്ച് കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടിയായി കഴിഞ്ഞാൽ, ലോകം അറിയപ്പെടുന്ന റിസർച്ചറായിട്ട് മാറാൻ പറ്റിയാൽ പിന്നെ അതിന് കിട്ടുന്ന ഒരു പവർ കിട്ടുമോ മറ്റേതെങ്കിലും? ഞാൻ ഒന്നിനും മോശമാക്കി പറയുകയില്ല. തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡിന് അതിന്റെ താല്പര്യമായിട്ടുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗിന് അതിൻ്റെതായിട്ടുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കരുതി അത് മാത്രമാണ് നല്ലത് എന്നുള്ളതല്ല. എനിക്കൊരു BA കാരനാണ്, പിന്നെ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. എനിക്ക് എൻ്റെ സബ്ജക്റ്റിന് അനക്കടായിട്ട് തോന്നാറില്ല. ഓക്കെ, അതുകൊണ്ട് അത് എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. പക്ഷെ ബാക്കിയുള്ളവരെ കൊണ്ട് നീ അത് എടുത്തിട്ട് നഷ്ടമായി എന്ന് പറയിപ്പിക്കരുത്. നമ്മളിതിൽ താല്പര്യം കാണിക്കാണ്ട് പിന്നീട് ഇട്ടെറിഞ്ഞു പോയിട്ട് ഒരു നഷ്ടമാണ് എന്ന് പറയാത്ത രീതിയിൽ നമ്മൾ അതിൽ വിജയിക്കാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പ്രയത്നിച്ചാൽ അത് നല്ല റിസൾട്ട് ഉണ്ടാക്കും, നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. ആ പ്രൊഫൈൽ വെച്ചിട്ട് ഈ പറഞ്ഞ ആളുകളെല്ലാം നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അവർ ചലഞ്ച് ചെയ്യേണ്ട, നമ്മുടെ വിജയം കൊണ്ട് നമുക്ക് അവരെ മറുപടി കൊടുക്കാൻ പറ്റും. ഒരു സബ്ജക്റ്റിന് വേണ്ടി പല കോളേജുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പറഞ്ഞല്ലോ, നമുക്ക് പിന്നെ 5 സബ്ജക്റ്റ് വരെയൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മളുടെ സ്കോർ വന്നതിന് ശേഷം നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും ആ സ്കോർ വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയുടെ കട്ട് ഓഫിൽ നമ്മുടെ സ്കോർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ അപേക്ഷ കൊടുക്കാം. അതിന് പ്രശ്നമല്ല, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. വേറെന്തെങ്കിലും ഉണ്ടോ? സർ, ഒരു കമ്പ്യൂട്ടർ സയൻസ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ടോ? CUT വഴി ആണോ അഡ്മിഷൻ? ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ്. CUT-യുടെ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് അടിച്ച് ഒന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടാൻ പറയുമോ? ഞാനിപ്പോ അത് എടുത്ത സമയം ഒരുപാട് വൈകുന്നില്ല. ഓക്കെ. ഓക്കെ, റിഫക്കും സാറെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജാഫ്രിൽ സാറേ, ഓരോ യൂണിവേഴ്സിറ്റിയിലും ഏതൊക്കെ കോഴ്സുകളുണ്ടെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പ്രയാസമായിരിക്കും. അത് ആ PDF നോക്കിയിട്ട് അവർ തന്നെ കണ്ടെത്തുന്നതാണ് നന്നാവുക. ഏതാണ്ട് 300ഓളം സ്ഥാപനങ്ങൾ വരുന്നില്ലേ? അവിടുത്തെ 300 സ്ഥാപനങ്ങൾ, 300 അതിലധികം കോഴ്സുകളും. ഇത് പെട്ടെന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. സ്വന്തമായിട്ട് കണ്ടെത്താവുന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ മൈൻഡിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. അത് എടുക്കാത്ര പണിയൊന്നുമില്ല. ജസ്റ്റ് 2 മിനിറ്റേ ഉള്ളൂ.
നിലവിൽ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളൊന്ന് പേഴ്സണലി കണ്ടെത്താവുന്നേ ഉള്ളൂ കേട്ടോ, നോ പ്രോബ്ലം. PDF അയക്കാലോ, ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ, PDF അയച്ചു തരാം. കെമിസ്ട്രി, ഫിസിക്സ്, ഡൊമൈൻ സബ്ജക്ട് അത് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന ഡൊമൈൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഇന്ന എക്സാമ്പിൾ എഴുതണമെന്ന് പറയുന്നതുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് അഡ്രസ് ചെയ്യാൻ പറ്റും കേട്ടോ. വെദർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്കോർ വിൽ ബി കൺസിഡർ ഫോർ BA ഇംഗ്ലീഷ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയുടെ അധികാരത്തിൽ വരുന്നതാണ്. അപ്പൊ ആ യൂണിവേഴ്സിറ്റി നിലവിൽ NDA കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ CUT വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്ത് വെബ്സൈറ്റിനകത്ത് കൃത്യമായിട്ട് ഇന്ന സബ്ജക്റ്റിന് ഈ കുട്ടി എഴുതേണ്ട CUT എക്സാം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ PDF-ൽ കാണുന്നുണ്ട്. ആ PDF-ൽ കാണുന്ന അതേ ടെസ്റ്റ് നമ്മൾ എഴുതിയാൽ മതി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് നമുക്ക് താല്പര്യമുള്ളൂ. ഒരു എക്സാമ്പിൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സ് മാത്രം ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു കോഴ്സിന്റെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, 100% ഞാൻ അതിൽ ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമ്മൾ ആ ഒരു കോഴ്സിന് ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്ന ക്രൈറ്റീരിയ മാത്രം നോക്കിയിട്ട് അതിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ചിലപ്പോ പിന്നെ അവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവില്ല, സബ്ജക്ട് ഡൊമൈനിലെ ഏതെങ്കിലും ഒരു വിഷയം മാത്രമേ ചിലപ്പോൾ അവിടെ പറയുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ BSc എന്ന് മാത്രം പറയാം. അങ്ങനെയെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ കാണണം, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നമ്മളവിടെ എഴുതേണ്ടി വരും. അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വെബ്സൈറ്റ് കാണിച്ചില്ല, ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ ഏതൊക്കെ കോഴ്സുകളും ആ കോഴ്സിന് ഏത് പരീക്ഷയാണ് നിങ്ങൾ CUT-ൽ എഴുതേണ്ടതെന്നും എല്ലാം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനത് പുതിയ കാലഘട്ടമല്ല, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഇപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ബാക്കിയുള്ള സമയം ബുദ്ധിമുട്ടിലാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അതിലേക്ക് ഇപ്പോൾ പോവാത്തത്. ഇനി സ്പെസിഫൈ ചെയ്തിട്ട് ചോദിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് അതിപ്പോൾ തന്നെ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് പറയാം. നമുക്ക് സമയത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമോ? സംഘാടക സമിതിയാണത് പറയേണ്ടത്. നമുക്ക് 10:30 വരെയാണ് ടൈം. 10:30 വരെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കതിൽ അഞ്ചാമത്തെ ഒന്ന് ഹോം, അബൌട്ട് അസ്, ഇൻഫർമേഷൻ, സർവീസ്. അത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റാണ് വരുന്നത്. ഈ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ലിസ്റ്റ് വരുന്നുണ്ട്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം വരുന്ന ലിസ്റ്റ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അങ്ങനെ 44 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ്, 46 സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് യൂണിവേഴ്സിറ്റിയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇപ്പൊ എന്നോട് നേരത്തെ ചോദിച്ച ഒരാളെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, കോഴ്സിനെ പറ്റി ചോദിച്ച ഏതെങ്കിലും ക്വസ്റ്റ്യൻ. ഹലോ സർ. സർ, ഇപ്പം ഡൊമൈൻ സബ്ജക്ട്സ് ബയോളജി, കെമിസ്ട്രി, മാത്സ് ഓപ്റ്റ് ചെയ്ത ഒരു കുട്ടിക്ക് സയൻസിൽ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ ഡൽഹി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി 44ാമത്തെ നമ്പറായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി വരുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിലവിൽ നമുക്ക് കൊടുക്കുന്ന കോഴ്സുകളെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്ന് നമുക്ക് പിന്നെ BA ഓണേഴ്സ് അറബിക്, BA ഓണേഴ്സ് ബംഗാളി, 73 കോഴ്സുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതില് നിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിൽ കാണാൻ സാധിക്കും നമുക്ക് BA ഓണേഴ്സ് ഇംഗ്ലീഷ്, BA ഓണേഴ്സ് ഫ്രഞ്ച്, ഹിന്ദി, സയൻസ് സബ്ജക്റ്റുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് BA പൊളിറ്റിക്സ്, BA കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് BSc നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് BSc ആന്ത്രപ്പോളജിയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റൊന്ന് നമുക്ക് ബയോളജിക്കൽ സയൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ബയോളജിക്കൽ സയൻസിൽ സബ്ജക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോളജി, ബയോടെക്നോളജി, ബയോടെക്നോളജി. ദെൻ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബയോമെഡിക്കൽ സയൻസ് ആണ് പിന്നെ നമുക്ക് പ്രോഗ്രാം അവിടെ ഓഫർ ചെയ്യുന്നത്. ദെൻ പിന്നെ അവർ ഓഫർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BSc കെമിസ്ട്രി ആണ്, BSc ബോട്ടണി ആണ്, BSc
ഹോണേഴ്സ് കെമിസ്ട്രി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, BSc ഇലക്ട്രോണിക്സ് ഉണ്ട്, എൻവയോൺമെന്റ് സയൻസ് ഉണ്ട്, BSc ഫുഡ് സയൻസ് ഉണ്ട്, ഓക്കെ, ജിയോളജി ഉണ്ട്, BSc ഹോം സയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തന്നെ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ ലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് പറയുന്ന പരീക്ഷകളെ പറ്റിയിട്ട് നമുക്ക് പറയുന്നുണ്ട്, എന്തൊക്കെ എലിജിബിലിറ്റി ആണ് അതിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിൽ വേണ്ട പരീക്ഷകൾ, ഇപ്പൊ ഫിസിക്സ്, മാത്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഇത്തരം പരീക്ഷകൾക്ക് നമ്മൾ എഴുതണം. കോമ്പിനേഷൻ 11, കോമ്പിനേഷൻ 1, ഓക്കെ, എല്ലാ കോമ്പിനേഷൻസ് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് CUT വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ CUTയുടെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്ലിക്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എൻ്റെ നമ്പറിലോ സിജിയുടെ പിന്നെ കരിയർ വിങ്ങിന്റെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഓരോന്നിനും സ്പെസിഫൈ ചെയ്തിട്ട് ഇപ്പോൾ അഡ്രസ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ്. സോറി ഫോർ ദാറ്റ്. ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് എഴുതാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്ട് ബേസ് ഈ പ്രാവശ്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സയൻസ് സബ്ജക്ട് എടുത്തിട്ട് ആദ്യത്തെ 3 സയൻസ് കൊടുത്ത് 2 ഹ്യൂമാനിറ്റീസിന്റെ ഡൊമൈനിലേക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ മതി. സാറ് വെബ്സൈറ്റിന്റെ പേരൊന്നുകൂടെ പറയൂ. വെബ്സൈറ്റ് നമ്മള് പിന്നെ ഇപ്പൊ കാണിച്ചിരാവേ. നമ്മുടെ സ്ക്രീൻ ഇത് കഴിഞ്ഞോ? സ്ക്രീൻ ഷെയറിങ് പോയോ? ഇല്ല കാണുന്നില്ല. ഓക്കെ, കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയറിങ് കാണുന്നുണ്ടോ അല്ലേ? ഓക്കെ, വെബ്സൈറ്റിന്റെ അഡ്രസ് ഇതാണ് കേട്ടോ. ഇതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്. ഓക്കെ, CUT.nta.nic.in ഈ സൈറ്റിൽ പോയാൽ നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടും. അത് നോക്കുന്ന സമയത്തോ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിജി കരിയർ വിങ്ങുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർക്കിംഗ് ഡേയിലും രാവിലെ 9 മണി മുതൽക്ക് വൈകിട്ട് 4-5 മണി വരെയൊക്കെ അവിടെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. CUT ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന്റെ നമ്മളുടെ കപ്പാസിറ്റി നോക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് സിജിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉള്ളത്. CLAT എന്ന് പറയുന്ന സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് ഇപ്പോൾ 10ാം ക്ലാസ്സുകാർക്കും ഒരു ഓഫർ ഉണ്ട്. ഈ പിന്നെ ഏപ്രിൽ 30 വരേക്ക് 1800 രൂപയാണ് 3 മണിക്കൂറിന്റെ ടെസ്റ്റിനും കൗൺസിലിങ്ങിനും നമ്മൾ ചാർജ് ഈടാക്കിയിരുന്നത്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ കൊടുക്കുന്ന സംവിധാനമാണ് അത്. നമുക്ക് 999 രൂപ കിട്ടും എന്നുള്ളതാണ്. 999 രൂപ ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സയൻസ് എടുത്തിട്ട് ഞങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് പറ്റുമോ, ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരാൾ കൊമേഴ്സിൽ സൗണ്ട് ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ തീർക്കാൻ വളരെ ഈസിയാണ്. ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൗൺസിലർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഏരിയ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് CG.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി CLAT എന്ന് പറയുന്ന ഇതെടുത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് തരും. നിങ്ങൾക്ക് നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് എക്സാമിന്റെ സമയം കിട്ടും. 3 മണിക്കൂർ നല്ല നെറ്റ്വർക്ക് ഉള്ള ഒരു സിസ്റ്റമോ ടാബോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കൗൺസിലറുടെ അപ്പോയിന്റ്മെന്റ് മേടിച്ച് നിങ്ങൾക്ക് നേരിട്ട് സിജിയിൽ വന്നിട്ട്, സിജി മലപ്പുറം ഓഫീസിലും ഉണ്ട്, സിജിയുടെ ചേവായൂരും ഉണ്ട്. അവിടെ വന്നാൽ കൗൺസിലറായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കാം. പാരന്റ്സും കുട്ടിയും വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ 22-ാം തീയതിക്ക് മുമ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റിനകത്ത് ഒരു പിഴവും ഇല്ലാണ്ട് ഏത് സ്ഥാപനത്തിൽ പോകാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ പറയും. ഇതൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, സിജിയുടെ സേവനം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം. മൊബൈലിൽ കഴിയുമെന്ന് വെച്ചാൽ ക്ലാരിറ്റി ക്ലിയർ ആവണമെങ്കിൽ എപ്പോഴും നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നാം പറയാം നമ്മൾ. കാരണം സ്ക്രീന് കൃത്യമായിട്ട് വായിക്കുക. കാരണം ഇതൊരു ഡൊമൈനിൽ 20 എക്സാം ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയം പോലും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെ ചേഞ്ച് ആക്കും. അതുകൊണ്ട് അതിന്റെ എല്ലാ സൗകര്യത്തോടും കൂടി ഇരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. സാർ, ഈ സിറ്റിയിൽ ഓൺലൈൻ കൗൺസിലിംഗ് ലഭ്യമാണോ? സിജിയിൽ ഓൺലൈൻ കൗൺസിലിംഗ് ലഭ്യമാണ്. അത് പിന്നെ ഇപ്പൊ ഇവിടെ കരിയർ നമ്പർ തന്നിട്ടില്ലേ, അസ്ട്രം ഹോം എന്ന് പറഞ്ഞിട്ട് സെഷനുകളിലൂടെ നമുക്ക് സബ്ജക്ട് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. സിജി കരിയർ കൗൺസിലേഴ്സിനെ നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും വിളിക്കാം. അവരുടെ പേഴ്സണൽ ടൈം ആണെങ്കിൽ മാത്രമേ അവർ റെസ്പോണ്ട് ചെയ്യാതിരിക്കുള്ളൂ. ബാക്കി ടൈമുകളിൽ അവർ പേഴ്സണലി നിങ്ങളെ ലീഡ് ചെയ്തോളും. വേറെ ഒരു ചാർജും ഇല്ല. ഫ്രീ കൗൺസിലിംഗ് ആണ് സിജിയെ സംബന്ധിച്ചിടത്തോളം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മാത്രമേ നമ്മൾ 6000 പുറത്ത് കൊടുക്കുന്ന സാധനം 1800 രൂപയാണ് നമ്മൾ ഇവിടെ ചാർജ് ഈടാക്കുന്നത്. 90% നമുക്ക് ആക്യുറസി പറയുന്ന സാധനമാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് ഏറ്റവും നല്ല ടെസ്റ്റുകൾ ഒന്നാണ് ഇത്.
കൗൺസിലിംഗ് നമ്പർ ഇവിടെ നിങ്ങളുടെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് നമ്പറിൽ വിളിച്ചിട്ട് ശരി കരിയർ കൗൺസിൽ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൗൺസിലേഴ്സ് അവർ കണക്ട് ചെയ്ത് തരും. ഓക്കെ, നമ്മുടെ കോർഡിനേറ്റർ ഇതിലുണ്ടല്ലോ, കോർഡിനേറ്റർ ഒന്ന് കാണിച്ചു കൊടുത്തു. ഓണേഴ്സ് സബ്ജക്റ്റ് ഇതിനൊന്ന് ആൻസർ പറയട്ടെ. നമുക്ക് പിന്നെ ഓണേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സബ്ജക്റ്റ് ഇൻഡെപ്ത് ഇതായിരിക്കും. കോംപ്ലിമെന്ററി പേപ്പർ അതേപോലെ തന്നെ നമ്മുടെ മറ്റു പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ കോംപ്ലിമെന്റേഴ്സ്, ഇനിയിപ്പോ നമ്മൾ മേജർ മൈനർ എന്നൊക്കെ പറയുന്ന പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ സബ്ജക്റ്റ് പേപ്പറുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. ഓക്കെ, സബ്ജക്റ്റ് പേപ്പറുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ഉള്ള സബ്ജക്റ്റുകളായിരിക്കും. DU യൂണിവേഴ്സിറ്റി മാത്സ് കമ്പൽസറി ആണെന്നും കാണുന്നുണ്ടല്ലോ. ഓക്കെ, മാത്സ് കമ്പൽസറി ഏത് സബ്ജക്റ്റിനാണെന്നുള്ളത് പറയൂ. ഏത് സബ്ജക്റ്റിനാണെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ഡൊമൈൻ അവർ പറയുന്നത് തന്നെയാണ്. ഓക്കെ, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. യൂണിവേഴ്സിറ്റി അവരുടെ സബ്ജക്റ്റിന്റെ അഡ്മിഷന് പറയുന്ന ക്രൈറ്റീരിയ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് സാർ ഡൽഹി യൂണിവേഴ്സിറ്റിയില് പിന്നെ ബികോം ഓണേഴ്സിന് മാത്തമാറ്റിക്സ് എഴുതിയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിന്റെ എലിജിബിലിറ്റിയിൽ പോയിട്ട് നോക്കണം ഏതൊക്കെ പേപ്പറുകളാണ് എഴുതേണ്ടത് എന്നുള്ളത്. യൂണിവേഴ്സിറ്റി അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല. അതെ, അവരുടെ ക്രൈറ്റീരിയ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഹലോ സർ, ആ. ICARന്റെ കീഴിലുള്ള കോളേജുകളിൽ PCB മാത്രം എഴുതിയാൽ മതിയോ? ഐക്കറിന്റെ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഐക്കർ വളരെ കൃത്യമായിട്ട് പിന്നെ അവരുടെ കോഴ്സുകൾ പറയുന്നുണ്ട്. ജഫർ സാറേ, ഓ, ഐക്കറിൽ PCBയോ PCMO എഴുതിയ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാം. PCB മാത്രം എഴുതിയാലും എല്ലാ കോളേജുകളിലും കിട്ടും. 11 കോഴ്സുകളിലേക്ക് PCBയോ PCMO എഴുതിയാൽ മതി. അവരുടെ ഓപ്ഷൻ പറയുന്നുണ്ട്. ഓപ്ഷൻ ആണോ? മാത്സോ ബയോളജിയോ എടുത്ത് +2 സയൻസുകാർക്ക് എഴുതാം. എല്ലാ സബ്ജക്ട് ബയോളജി ഓർ മാത്സ് എന്നാണോ, അതോ ചില കോളേജുകളിൽ മാത്സും ചില കോളേജുകളിൽ ബയോളജി ആണോ? അല്ലല്ല, രണ്ട് ഓപ്ഷൻ. PCB എടുത്തവർക്കും എഴുതാം, PCM എടുത്തവർക്കും എഴുതാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ലിസ്റ്റിൽ നോക്കിയത് കിട്ടുന്നത്. സാർ എടുക്കാൻ സാർ പറഞ്ഞു. താങ്ക് യു സാർ. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റി പോയിട്ട് അതർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അടിച്ചെടുത്ത് അയക്കേണ്ടത് കിട്ടും നമുക്ക്. ഏറ്റവും ലാസ്റ്റില് 10 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്ക് അതിൽ കാണാൻ കഴിക്കുക. അതില് ഐക്കൽ കൂടെ വരുന്നു. ഹലോ സർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പഠിച്ച കുട്ടിയാണ്. അപ്പം ഡൊമൈൻ സബ്ജക്ട് ഇപ്പം ഫിസിക്സ് സെലക്ട് ചെയ്തില്ല കരുതി അവർക്ക് PCM വരുന്ന അല്ലെ PCB വരുന്ന കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അത് രണ്ട് കാര്യങ്ങളാണ് മാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ് ആണ് പ്രയോറിറ്റി. ഓക്കെ, അതില് വേറെ ഓപ്ഷനുകളൊന്നുമില്ല. ആ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആ കട്ട് ഓഫ് പരിഗണിക്കണമെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട എഴുതേണ്ട എക്സാമിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതില് അവർ പറയുന്ന ഡൊമൈനിലെ എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നമുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് ഏത് പിന്നെ സ്ഥാപനമാണ് എന്നുള്ളത് പറഞ്ഞാൽ, ആ സ്ഥാപനത്തിൽ ഏത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിനകത്ത്. സെന്റ് സ്റ്റീഫൻസ് കോളേജ് ആണെങ്കിൽ അവിടത്തെ BScക്ക് സെന്റ് സ്റ്റീഫന്റെ DUവിന്റെ അകത്ത് ഒന്ന് നോക്കേണ്ടതുണ്ട്. അവരുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഓക്കെ, വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കോഴ്സിന്റെ റിക്വയർമെന്റ് പറയുന്ന ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ഐക്കർ ചോദിച്ചില്ലേ? ഐക്കറിന്റെ ചോദിച്ച ആളുകൾക്ക് പ്രധാനമായിട്ട് അവിടുത്തെ എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയിട്ട് അവർ പറയുന്നത് 1, 2, 3, 4, 5 ഡൊമൈനിലുള്ള ഏരിയകളാണ് അവർ പറയുന്നത്. ഒന്ന് അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്. ഐക്കർ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഡൊമൈനിലുള്ള പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഐക്കറിലെ പറയുന്ന സബ്ജക്റ്റുകൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫിഷറി സയൻസ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, നാച്ചുറൽ ഫാമിങ്,
then അതേപോലെ തന്നെ പിന്നെ കമ്മ്യൂണിറ്റി സയൻസ്, BSc ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ്, then അതേപോലെ തന്നെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ബിടെക് ഡയറി ടെക്നോളജി, ബിടെക് ഫുഡ് ടെക്നോളജി, ബിടെക് ബയോടെക്നോളജി. ഇത്ര കോഴ്സുകളാണ് ഐക്കർ ഓഫർ ചെയ്യുന്നത്. ഐക്കർ CUT-ലേക്ക് കൊടുത്തിട്ടുള്ള കോഴ്സുകളാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കോഴ്സുകള് അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവർ ജനറൽ ടെസ്റ്റ് പറയുന്നില്ല. അവർ പറയുന്ന 5 ഡൊമൈനുകൾ, അതിൽ അഗ്രികൾച്ചർ എടുത്താൽ അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് അവർക്ക് പോവാം, ബയോളജി എടുത്താൽ അവർക്ക് ബയോ സയൻസ് കോഴ്സുകളിലേക്ക് അവർക്ക് പോകാം, കെമിസ്ട്രി റിലേറ്റഡ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ 306 വരുന്നത്. അപ്പോൾ ഐക്കർ തന്നെ സ്വപ്നം കാണുന്ന കുട്ടി 5 ടെസ്റ്റ് എഴുതിയാൽ മതി എന്നുള്ളതാണ് ഐക്കറിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിൽ പറയുന്നത്. ഇങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, പിന്നെ ഏതാ ഒന്നും കൂടെ? അഗ്രികൾച്ചർ 302 കോഡ് നമ്പർ, 304 ബയോളജി, 306 കെമിസ്ട്രി, 319 മാത്തമാറ്റിക്സ്, 322 ഫിസിക്സ്. ഈ 5 ഡൊമൈൻ. ഇപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് 5 കൊടുക്കാമല്ലോ. പക്ഷെ അതിന് പ്രശ്നം എന്താ വെച്ചാൽ ഐക്കർ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടി മാത്രമേ ആ കുട്ടിക്ക് പറ്റുള്ളൂ. കാരണം ഇതേ കോഴ്സിന് പിന്നീട് ചിലപ്പോൾ നമ്മൾ മറ്റൊരു യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ അവർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ വേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് ഐക്കറിന്റെ മാത്രം കണ്ടീഷനാണ്. അപ്പൊ ഐക്കറിൽ ഒരു കുട്ടി നിലവിൽ പറയുന്ന ഈ ഇതിൽ ഇപ്പൊ ഇതിനകത്ത് പിന്നെ അഗ്രികൾച്ചറാണ് കുട്ടി ഫോക്കസ് ചെയ്യുന്നെങ്കിൽ 302 അഗ്രികൾച്ചർ എഴുതിയാൽ മതി ആ കുട്ടി. ഓക്കെ, അഗ്രികൾച്ചർ സോറി ഒന്നുകൂടെ പറയോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അഗ്രികൾച്ചർ എഴുതണമെന്നുണ്ടോ? അഗ്രികൾച്ചർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, ഒരു സബ്ജക്റ്റും അറിയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അവർ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന സബ്ജക്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ഐക്കർ. അത് എടുക്കേണ്ട ഒരു കുട്ടി സ്വാഭാവികമായിട്ടും എന്ത് വേണം? 302 അഗ്രികൾച്ചർ ഡൊമൈൻ എക്സാം എഴുതിയേ മതിയാവും എന്നാ പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ക്ലിയർ ആണല്ലോ? സർ ഐക്കർ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. ഏതാ ഐക്കർ? നമുക്ക് കേരളത്തിലില്ലല്ലോ. ഐക്കർ 15% ഓൾ ഇന്ത്യ കോട്ടയിൽക്കാണ് പരിഗണിക്കുന്നത്. കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള 15% സീറ്റ് നേരത്തെ പരീക്ഷ നടത്തിയിരുന്ന ഐക്കർ. പക്ഷെ ഇപ്പൊ CUT-ന്റെ കീഴിലാണ് കേരളത്തിലെ 15%, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ 15% പരിഗണിക്കുന്നത്. 11 കോഴ്സാണ് ഐക്കറിലുള്ളത്. നമുക്ക് കേരളത്തിൽ എവിടെയാണ് സർ ഐക്കറിന്റെ? തിരുവനന്തപുരമാണുള്ളത്. 4 അഗ്രികൾച്ചർ കോളേജുകളിലേക്കും 15% ഐക്കർ പരിഗണിക്കും ഈ CUT എഴുതിയാൽ. ഐക്കറിന് വേറെ സെപ്പറേറ്റ് എക്സാം വരുന്നില്ല സർ? QT-യുടെ അണ്ടറിൽ അല്ലാതെ വരുന്നില്ല? ഇല്ലല്ല, 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് CUT ആണ് പരിഗണിക്കുന്നത്. താങ്ക് യു സർ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചോദിക്കാം. അതിനകത്ത് എല്ലാ സിറ്റിയുടെ എക്സ്പെർട്ടുകളും ഉണ്ട്, എക്സ്പെർട്ടുകളെല്ലാം ഉണ്ട്. സമയം 10:40 ആയിട്ടുണ്ട്. സയൻസ് എന്തായിരുന്നു ലാസ്റ്റ് ചോദ്യം വന്നത്? സയൻസ് സർ എന്റെ ഡൗട്ടിലേ പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടല്ലോ. ആരായിരുന്നു സംസാരിച്ചിരുന്നത്? സർ ഒന്നും കൂടി. ഹലോ സർ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ്, അറിയില്ല കേട്ടോ. പറഞ്ഞു നോക്കൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സർ പിന്നെ ഇപ്പൊ നമുക്ക് റിസർച്ച് ചെയ്യേണ്ട കുട്ടികൾക്ക് പിന്നെ അതിന്റെ സ്പെല്ലിംഗ് വരുന്ന IICER ആണോ സർ? ഐസറും ഐക്കറും സെപ്പറേറ്റ് ആണോ? ICAR ആണ് ഐക്കർ. ICAR. ഓ, ICAR. ഓക്കെ സർ. ഇതിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യം എന്തായിരുന്നു? സയൻസിന്റെ കൂടെ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പറ്റുമോ? സയൻസിന്റെ കൂടെ ഹ്യൂമാനിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ മോളെ. നമുക്ക് നിലവില് പിന്നെ ഡൊമൈൻ സബ്ജക്റ്റുകൾ പുറത്ത് പോകാം. നമ്മുടെ +2 സബ്ജക്റ്റുകൾ പ്രശ്നമില്ല.
ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് 5 സബ്ജക്ട് നമുക്ക് എടുക്കാം. അപ്പൊ 10 ടെസ്റ്റ് നമുക്കൊരു സബ്ജക്ട് ചെയ്യും. ലാംഗ്വേജ് ഇംഗ്ലീഷ് നമുക്കൊരു സബ്ജക്ട് എടുക്കാം. കൂടുതൽ യൂണിവേഴ്സിറ്റി പരിഗണിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ പ്ലസ് നമുക്ക് വേണമെങ്കിൽ സയൻസിലാണ് നമ്മൾ നോക്കുന്നെങ്കിൽ സയൻസ് സബ്ജക്റ്റിന്റെ നമ്മുടെ മെയിൻ ഏരിയ ആണെങ്കിൽ എടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കെമിസ്ട്രിയും ബയോളജിയും എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് ഡൊമൈൻ എഴുതാം. ആ കുട്ടിക്ക് ഇനി ഒരു താല്പര്യം ആൾക്ക് ഏതെങ്കിലും ആർട്സ് സബ്ജക്റ്റിലേക്കാണെങ്കിൽ ഏത് സബ്ജക്റ്റാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത് നോക്കിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ആ സബ്ജക്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഏത് ഡൊമൈൻ ആണോ എടുക്കുന്നത് അതിലേക്ക് കൊടുക്കാം. അപ്പൊ 4 നമ്മള് കൗൺസിൽ കൊടുത്ത് ഒരെണ്ണം മാത്രമേ നമ്മൾ ഹ്യൂമാനിറ്റീസ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പഴയതല്ല, നമുക്ക് ഏത് സബ്ജക്റ്റിലേക്ക് ഡൈവേർട്ട് ചെയ്യാം എന്നുള്ള സൗകര്യം ഉണ്ട്. പിന്നെ മൾട്ടി ഡിസിപ്ലിൻ അപ്രോച്ച് ഇപ്പോൾ FIUGP പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മേജർ എടുത്ത് പഠിക്കുന്ന സയൻസ് ആണെങ്കിലും മൈനർ സബ്ജക്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം. ഫിസിക്സ് എടുത്ത കുട്ടിക്ക് അവരുടെ മൈനർ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഹിസ്റ്ററിയോ സോഷ്യോളജിയോ എടുക്കുന്നതിന് പോലും അവസരങ്ങൾ FIUGP-യിലുണ്ട്. അത്രയും വിശാലമാണ് പുതിയ കാലം. അതുകൊണ്ട് സയൻസ് തന്നെ എന്ന് പറയുന്ന ലോകത്തല്ല, സയൻസിന്റെ കൂടെ മാനവിക വിഷയങ്ങളും കൂടെ പഠിച്ച് സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയ എഡ്യൂക്കേഷൻ പോളിസിയാണ് നമ്മുടെ മുന്നിലുള്ളത്. റൈറ്റ്, അതുകൊണ്ട് അത് ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയത്തിന്റെ ദൈർഘ്യം 15:42 CUT രജിസ്ട്രേഷന് വേണ്ടി സിജി വിത്ത് ഹെൽപ്പ്. ഓക്കെ, CUT രജിസ്ട്രേഷൻ നിങ്ങൾ നടക്കുന്നതിന് സിജിയുടെ ഭാഗത്തു നിന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. CUT രജിസ്ട്രേഷൻ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉള്ള സംഗതിയൊന്നുമില്ല. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അത് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് മേടിച്ചാൽ മതി. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. സിജിക്ക് അങ്ങനെ സഹകരിക്കുന്നതിൽ ഒരു പ്രയാസമില്ല കേട്ടോ. ഇതിൽ നിന്നല്ല, നിങ്ങൾ കരിയറുമായിട്ട് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സിജിയായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, സിജി അതിന് വേണ്ടിയിട്ട് മാത്രം കേരളത്തിൽ രൂപീകരിച്ച ഒരു സംവിധാനമാണ്. കോഴിക്കോട് ഓപ്പൺ ആണ്. സിജി കോഴിക്കോട് സൺഡേ അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും കോഴിക്കോട് ഉണ്ടാവും. സൺഡേ നമുക്ക് ഓഫീസ് അവധിയുള്ളതാണ്. ഓക്കെ, പ്രത്യേകിച്ച് കൗൺസിലേഴ്സിനെ കിട്ടണമെങ്കിൽ തിങ്കൾ ടു വെള്ളി വരേക്ക്, പബ്ലിക് ഹോളിഡേയ്സ് അല്ലാത്ത ദിവസങ്ങൾ എത്തിയാൽ മതി. സിജി മലപ്പുറം ഓഫീസിൽ, മലപ്പുറംകാർക്കാണെങ്കിൽ മലപ്പുറം ഓഫീസിൽ നമ്മുടെ ചീഫ് കരിയർ കൗൺസിലർ റംല മാഡം ഉണ്ട്. ഓക്കെ, കോഴിക്കോടാണെച്ചെങ്കിൽ കോഴിക്കോട് അവിടെ നമ്മുടെ പിന്നെ 4-5 പേര് അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അസ്കർ മാഷ് ഉണ്ടാവും, കബീർ മാഷ് ഉണ്ടാവും, അൻവർ മുട്ടാഞ്ചേരി, നാസമാവൂര്, ധാരാളം പേരുണ്ട്. ഞാൻ ആളുകളുടെ പേര് പറഞ്ഞിട്ട് ആരെയും വിട്ടുപോയാൽ എനിക്ക് പേടിയാണ്. ഓക്കെ, കോട്ടയം ജില്ലയിൽ സിജിയുടെ സംവിധാനങ്ങളുണ്ട്. കോട്ടയത്ത് നല്ല പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ സംവിധാനമുണ്ട് സിജിക്ക്. നിങ്ങൾ കോട്ടയം ജില്ലാ കമ്മിറ്റി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അവിടെ ഓഫീസ് സംവിധാനങ്ങൾ നമുക്ക് ഈരാറ്റുപേട്ടയൊക്കെയാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ള ടീം ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ പിന്നെ ഇലിഷ മാം ഉണ്ട്, ജില്ലാ സെക്രട്ടറി, ഈരാറ്റുപേട്ടയാണ് അവര് എൻ്റെ ധാരണ. ഓക്കെ, മാം അവിടെ മൈനോറിറ്റി സെന്ററിന്റെ പ്രിൻസിപ്പളൊക്കെയാണ്. ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലക്കാർക്ക് അവിടെ ബന്ധപ്പെടാം. പക്ഷെ ഓഫീസ് നമുക്ക് ഇവിടെ കാലിക്കറ്റാണ്, റെഗുലർ ആയിട്ട് കാലിക്കറ്റ് മലപ്പുറത്താണ് പ്രവർത്തിക്കുന്നത്. ലക്ഷ്മൺ സാർ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അഗ്രികൾച്ചറിലെ ഐക്കറിലെ അഗ്രികൾച്ചർ പഠിക്കാൻ PCBയോ PCMോ മതി. അഗ്രികൾച്ചർ പഠിക്കണം എന്നല്ല. ഐക്കറില് അഗ്രികൾച്ചർ 11 കോഴ്സ് ഉണ്ടല്ലോ, അതിൽ അഗ്രികൾച്ചർ പഠിക്കാൻ PCBയോ PCMോ പഠിച്ചാൽ മതി. എഴുതേണ്ട എക്സാം അതിലേതെങ്കിലും ഒന്നല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു സർ. ഇംഗ്ലീഷ് വേണമെന്നില്ലല്ലോ? ഇല്ല, ഐക്കർ പറയുന്നില്ല. ഐക്കർ ഇംഗ്ലീഷ് പറയുന്നില്ല. ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പറയുന്നില്ല. കൊല്ലം ജില്ലയിൽ നമുക്ക് ഓഫീസ് ഇല്ല. പിന്നെ ട്രിവാൻഡ്രത്ത് നമുക്ക് ഓഫീസ് സംവിധാനമല്ല, ജില്ലാ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ആയിട്ട് അവിടെ ജില്ലാ കമ്മിറ്റി ഉണ്ട്, സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ സംവിധാനങ്ങളുണ്ട്. നമുക്ക് പിന്നെ ഓഫീസ് സംവിധാനങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന 2 ജില്ലകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ. ഒന്ന് പിന്നെ ഇത് ആലപ്പുഴയിലും ചെറിയൊരു ഓഫീസ് സംവിധാനങ്ങളുണ്ട് ആലപ്പുഴയിൽ. പക്ഷെ അവിടെ കൗൺസിലേഴ്സിന് അവൈലബിൾ അല്ല. കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിജിയുടെ കൗൺസിലേഴ്സ് ഉണ്ട്, അവർ ഇൻഡിവിജ്വലി കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വലിയ കേസുകളൊക്കെ ഇങ്ങോട്ട് റെഫർ ചെയ്യാറാണ് ചെയ്യാറ്. തിരുവനന്തപുരത്ത് ഇവിടുന്ന്
കാലിക്കറ്റേക്ക് റെഫർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ വിളിച്ചാലും മതി കേട്ടോ. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൗൺസിലിംഗിന് വേണ്ടി നിങ്ങൾക്ക് വരാം. മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ കരിയർ നമ്പറിൽ വിളിച്ചാൽ മതി. വർക്കിംഗ് ടൈമിലാണെച്ചെങ്കിൽ കരിയർ കൗൺസിലേഴ്സിനെ നേരിട്ട് അവർ ഫോൺ കൊടുത്തിട്ട് ക്ലാരിറ്റി വരുത്താം, പ്രശ്നം ഉണ്ടാവില്ല. ഇനി അതല്ലെങ്കിൽ കരിയറിന്റെ ആര് വിളിച്ചാലും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും അവർ നൽകുമെന്നുള്ളതാണ് സിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള ഒരു സംവിധാനമേ അല്ല. 99% ഫ്രീ സർവീസ് ഉള്ള സംഗതിയാണ്. ആകെ നമ്മൾ പറഞ്ഞല്ലോ സീഡാറ്റിന്റെ ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ ഇത് പിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഇപ്പൊ ഈ ഏപ്രിൽ മെയ് ആണ്, വെക്കേഷൻ പീരീഡ് ആണ്, കുട്ടികൾക്ക് വേണ്ടി ഒരു 3 day ക്യാമ്പ്സ് നമ്മൾ വെക്കും. സമ്മർ ക്യാമ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ മക്കളെ നല്ല മനുഷ്യരാക്കാം എന്ന് പറയുന്ന ഒരു തീമിലാണ് അടുത്ത ഏപ്രിൽ 10 മുതൽ മെയ് 10 വരേക്ക് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കുട്ടികളെ 3 ദിവസം ജില്ലകളിലെ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട്. ജില്ലകളിൽ ഏതെങ്കിലും റെസിഡൻഷ്യൽ മോഡലിലെ ക്യാമ്പായിരിക്കും. 3 ദിവസം കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ കരിയറും അവരുടെ കോമ്പിറ്റൻസിയും അവരുടെ സ്കില്ലും എല്ലാം ഉയർത്തി കാണിക്കുന്ന ഒരു സംവിധാനമാണ് സിജിയുടെ സമ്മർ ക്യാമ്പ് എന്ന് പറയുന്നത്. അത് അടുത്ത ഇത് തന്നെ വരും. നല്ല ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ കണ്ടെത്താന്ന് ചോദിച്ചാൽ ഒരു ചാലഞ്ചബിൾ ആയിട്ടുള്ള സംഗതിയാണ്. സബ്ജക്റ്റ് പറയണം, സബ്ജക്റ്റിനകത്ത് നല്ല ഡിപ്പാർട്ട്മെന്റുകൾ നോക്കാം. അപ്പൊ നമ്മൾ അതിൽ തന്നെ റിസർച്ച് നടത്തി നല്ല ഡിപ്പാർട്ട്മെന്റും നല്ല ഫാക്കൽറ്റി നല്ല സംവിധാനങ്ങളുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കിട്ടും. ഓക്കെ, അത് നമുക്ക് സ്വന്തം പഠിക്കാം. സപ്പോർട്ടീവ് NIRF റാങ്കിങ് നോക്കിയാൽ മതി. NIRF നോക്കുകയാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പിന്നെ ക്വാളിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റുകളും NIRF പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. പക്ഷെ എല്ലാ NIRF വരാത്ത നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നല്ല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ കേരളത്തിലെ ചില ഡിപ്പാർട്ട്മെന്റുകൾ നല്ലതാണ്. കോളേജുകളെക്കാൾ കൂടുതൽ നല്ല ഡിപ്പാർട്ട്മെന്റുകളുടെ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ മമ്പാട് കോളേജിൽ അധ്യാപകനാണ്. നമ്മളെപ്പോഴും പറയും ഇവിടുത്തെ സോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതങ്ങനെ റാങ്കിങ്ങിൽ വരുന്നതല്ല. അപ്പൊ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഓക്കെ, NCERT സിലബസ് ഫുള്ള് പഠിക്കാൻ CUT അഡ്മിഷൻ കിട്ടാൻ NCERT ആണ് അവർ ഫോളോ ചെയ്യുന്നത്. CUT അഡ്മിഷൻ കിട്ടാൻ പിന്നെ നിലവില് നമ്മൾ സിലബസ് ഫോക്കസ് ചെയ്താൽ മതി. അവരുടെ സിലബസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം ഈ പറയുന്ന 50 ക്വസ്റ്റ്യൻ ഇല്ലേ, അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പൊ 40 ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്ത് 10 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാത്ത മേഖലയിൽ നിന്ന് വന്നാലും ബുദ്ധിമുട്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിന് കുറഞ്ഞ സമയം മതിയെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കപ്പാസിറ്റി ഉള്ള കുട്ടിയാണെച്ചെങ്കിൽ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. സമയമോ പ്രിപ്പറേഷനോ അല്ല ചിലപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷന്റെ ക്വാളിറ്റിയുടെ ഒന്നും മാനദണ്ഡം. ഓക്കെ, ചില കുട്ടികൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാണ്ട് പോയി എഴുതിയിട്ടും ക്വാളിഫൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറ്റംപ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അതിന് രജിസ്ട്രേഷൻ നടത്തൂ, അറ്റംപ്റ്റ് നടത്തൂ. ഈ സമയത്ത് നമ്മുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് നോക്കുക, പരീക്ഷ എഴുതുക, സ്കോറിന്റെ ഏകദേശം ധാരണ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത വർഷം ഒന്ന് ശക്തമായിട്ട് റിപ്പീറ്റേഷൻ കൊടുക്കുക. പിന്നെ ഏജ് ക്രൈറ്റീരിയ CUTക്ക് പറയുന്നില്ല, പക്ഷെ ചില യൂണിവേഴ്സിറ്റികളെ ഏജ് പറയുന്നുണ്ട് കേട്ടോ. ചില കോഴ്സുകളുടെ ഏജ് പറയുന്നുണ്ട്, അത് നമ്മൾ നോക്കണേ. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ സർ, താങ്ക് യു. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചതിൽ എന്തൊക്കെയോ ഗുണങ്ങള് കുറച്ചെങ്കിലും നിങ്ങളെ സ്പാർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ സന്തോഷമുണ്ട്. വിശദമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എന്ത് ഫോളോ അപ്പ് വേണമെങ്കിലും സിജിക്ക് വിശ്വസിച്ച് നിങ്ങൾ കൂടെ കൂട്ടാം. ആധികാരികമായിട്ട് ഇന്ന് കരിയറിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ പേര് തന്നെയാണ് സിജി എന്ന് പറയുന്ന 4 അക്ഷരം. ഒരു മിസ് ഇൻഫർമേഷൻസോ ഫാൾസ് ഇൻഫർമേഷനോ കിട്ടില്ല എന്ന് നമ്മൾ 100% പറയുകയാണ്. അപ്രോച്ച് ചെയ്യപ്പെടുന്ന ആളുകൾ ജെന്യൂൻ ആയാൽ മതി. അതുകൊണ്ട് എപ്പോഴും സിജിയുടെ HQയിലോ സിജിയുടെ ഓഫീസ് ബിയറായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ക്ലാരിറ്റി വരുത്തേണ്ടത്. അങ്ങനെ ഒഫീഷ്യലി, കാരണം ഞാനിത് പറയുന്ന പ്രാദേശികമായിട്ട് ചില പിന്നെ ആളുകൾ സിജിയുടെ ഫാക്കൽറ്റീസ് തന്നെ ഉണ്ടാവാം. ചിലവർ കരിയർ എക്സ്പെർട്ട് ആവണമെന്നില്ല. ഓക്കെ, കരിയർ പറയാൻ കരിയർ എക്സ്പെർട്സ് തന്നെ ആവണമെന്നുണ്ട്. സിജിയുടെ റിസോഴ്സ് പേഴ്സൺസ് എല്ലാം കരിയർ എക്സ്പെർട്ട് ആണ് എന്ന് ഞങ്ങൾ തന്നെ വിശ്വസിക്കുന്നില്ല. സിജിയുടെ കോഴ്സ് ഉണ്ട് DCTC എന്ന് പറഞ്ഞ് അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ കോഴ്സ് ചെയ്താൽ കരിയറിൽ നിങ്ങൾക്ക് എക്സ്പെർട്ട് ആവാം. സിജിയുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം. ഓക്കെ, 2 സെമസ്റ്ററുകളായിട്ട് 1 വർഷത്തെ കോഴ്സാണ്. സിജി ഈ കരിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടെ വളരെ നന്ദി. ഇത്ര സമയം ഇത്ര വൈബ്രന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ഈ സമയത്തെ കൊണ്ടുപോയത് നിങ്ങളുടെ ഇടപെടലാണ്, നിങ്ങളുടെ അന്വേഷണങ്ങളാണ്. തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത സംഗതികളാണെങ്കിൽ സിജിയുടെ വലിയൊരു ടീം ഈ ഒരു മേഖലയിൽ മാത്രം വർക്ക് ചെയ്യുന്ന റിസർച്ചിന് 15-20 കൊല്ലമായിട്ട് സിജി കരിയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്.
നമ്മുടെ കോൺഫിഡൻസ് അവിടെയാണ്. ഒരു സെഷൻ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ്, ഞാൻ 100% എക്സ്പെർട്ട് അല്ലെങ്കിൽ പോലും ഇതിനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ സോഴ്സ് സിജിക്കുണ്ട് എന്നുള്ളതാണ്. അതിനെ എനിക്ക് പരിപൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു കൂടെ നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഒഫീഷ്യൽ കൺക്ലൂഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ HR കോർഡിനേറ്ററെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ ഈ ഒരു സെഷൻ ഇപ്പം നമ്മൾ 1.5 മണിക്കൂറായിരുന്നു വിചാരിച്ചത്, പക്ഷെ അതിൽ കൂടുതൽ അത്രയും എല്ലാവരും ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. അതേപോലെ ഇതിൽ ഒരു 95ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ എന്താ പറയാ, നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. ഇനിയിപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ സിജിയുടെ വെബ്സൈറ്റിൽ എല്ലാ നമ്പേഴ്സും അവൈലബിൾ ആണ്. സാറ് നമ്പർ സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാറ് പേഴ്സണലി കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലാതെ സിജിയിൽ കാലിക്കറ്റോ മലപ്പുറം നമ്മുടെ ഓഫീസിൽ മൺഡേ ടു സാറ്റർഡേ 9 to 5 കൗൺസിലേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഈ റംസാൻ നോമ്പ് ടൈമിൽ 9 to 3 മാത്രമേ ഉണ്ടാവുള്ളൂ. 9 to 3 അല്ലാത്ത സമയം 9 to 5 ഉണ്ടായിരിക്കും. അപ്പം എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് സിജിയിലേക്ക് ഡയറക്റ്റ് വരാം. താങ്ക് യു സർ. Okay, all the best. Thank you all. Have a nice day.